പങ്കെടുപ്പിക്കാനും എല്ലാവരും ഒരുപോലെ പ്രവർത്തിപ്പിക്കാനും ഒരേ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകാനും ചിന്താഗതിക്ക് മാറ്റം വരുത്താനും ഒക്കെ അത് നമുക്ക് കഴിയുന്ന ഒരു പ്രോഗ്രാമാണ് രാവിലെ നടക്കുന്ന ഹൈഫ്ലയേഴ്സ് മീറ്റ് എന്ന് പറയും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ പ്രോഗ്രാമിനകത്തേക്ക് നിങ്ങളുടെ മുഴുവൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും പങ്കെടുപ്പിക്കുക. ഇനിയും കയറാൻ ആളുകളുണ്ട്, ആരൊക്കെയാ ഇല്ലാത്തത് നോക്കുക. ഒരു ലിസ്റ്റ് ഒക്കെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക, ആരൊക്കെ കയറി ആരൊക്കെ കയറിയിട്ടില്ല എന്ന ലിസ്റ്റ് ഒക്കെ ഒരു അറ്റൻഡൻസും ഹാജർ എന്ന നിലയിലൊക്കെ നിങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഈ ബിസിനസ്സിനകത്ത് നമുക്ക് വിജയിക്കാൻ സാധിക്കും. കാരണം ഈ ബിസിനസ്സിനകത്തും ഒരു ക്ലറിക്കൽ വർക്ക് ഉണ്ട്. നമ്മളെ കൂടെ പൈസയൊക്കെ തന്ന് ഉൽപ്പന്നം എടുത്ത് ജോയിൻ ചെയ്തല്ലോ, അപ്പൊ ആയതുകൊണ്ട് ഇനി ഓട്ടോമാറ്റിക് ആയിട്ട് കയറിക്കോളും എന്ന് ചിന്തിക്കരുത്. എപ്പോഴും നമ്മൾ ഗൈഡ് ചെയ്യാൻ ഒരാള് ഉണ്ടെങ്കിൽ മാത്രമേ, ഒരാള് ഗൈഡ് ചെയ്യാനും ശകാരിക്കാനും നോക്കാനൊക്കെ മോണിറ്റർ ചെയ്യാനൊക്കെ ഒരാളുണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിനകത്ത് ആളുകൾ 90% ആൾക്കാർ വിജയിക്കുള്ളൂ. ലോകത്ത് 10% ആൾക്കാർ റിച്ച് ആയ ആൾക്കാരും 90% ആൾക്കാരും മിഡിൽ ക്ലാസ് വരെ താഴോട്ട് ആവാൻ കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാല്, ഈ റിച്ച് ആയ അല്ലെങ്കിൽ സൂപ്പർ റിച്ച് ആയ ആളുകൾ അവർ സെൽഫ് ഡ്രിവൺ ആണ്. അവരാരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അവരാരും ഒന്നും ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. അവര് ഓൾറെഡി എന്ത് ചെയ്യും, അല്ലെങ്കിൽ എല്ലാ കാര്യവും കണ്ടറിഞ്ഞ് ചെയ്യും. സെൽഫ് ഡ്രിവൺ ആണ്, അവനവനെ അവർക്ക് ഡ്രൈവ് ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കും. പക്ഷെ ലോകത്ത് 90% ആൾക്കാർ മിഡിൽ ക്ലാസ് വരെ താഴോട്ടും പോകാൻ കാരണം എന്താ ചോദിച്ചാൽ, അവരാരെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം, തള്ളാനും ആരെങ്കിലും ഒക്കെ മോണിറ്റർ ചെയ്യാനും ആരെങ്കിലും ഒക്കെ ശകാരിക്കാനൊക്കെ വേണം. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ലോകത്ത് അങ്ങനെ 2 കാറ്റഗറി ആൾക്കാർ ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ ബിസിനസ്സിൽ നമ്മളെല്ലാവരും എന്ത് വേണം, നമ്മൾ സെൽഫ് ഡ്രിവൺ ആവാം. നമുക്ക് നമ്മളെ ഡ്രൈവ് ചെയ്യാൻ, നമ്മളെ സക്സസിലേക്ക് ഡ്രൈവ് ചെയ്യാൻ നമ്മൾ പ്രാപ്തരാവുക. ഒരാള് നമ്മളെ മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പറയുന്ന രീതിയിലേക്ക് മാറുക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ രാവിലെ നടക്കുന്ന എല്ലാ ഈ ഹൈഫ്ലയേഴ്സ് മീറ്റിനകത്തേക്ക് നിങ്ങൾ മുഴുവൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും പങ്കെടുപ്പിക്കുക. ഓക്കെ, എനിവേ നമുക്ക് ഇന്ന് നമ്മുടെ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ബിസിനസ്സിനകത്ത് ഏറ്റവും വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് എന്ന് പറയും. അതായത് നമ്മളെ കമ്മിറ്റ്മെന്റ്. നമുക്കിന്ന് പലപ്പോഴും നമുക്ക് ഈ ബിസിനസ്സിനകത്ത് എന്തുകൊണ്ടാണ് അധികം ആൾക്കാരും വിജയിക്കാത്തത് എന്തുകൊണ്ടാ ചോദിച്ചു കഴിഞ്ഞാല് കമ്മിറ്റ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റും. ശരിക്കും എന്താണ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത്? എന്താ, നമ്മുടെ സ്വപ്നങ്ങൾ, അതായത് നമ്മളെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവണമെങ്കിൽ അതിന് നമ്മൾ കൊടുക്കേണ്ട വിലയാണ് ശരിക്കും കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാല്. അതായത് നമ്മളെല്ലാം സ്വപ്നങ്ങളുള്ള ആളുകളാണ് അല്ലെ. അതായത് നമ്മളൊക്കെ സ്വപ്നങ്ങളുള്ള ആളുകളാണ്. നമ്മളെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവണമെങ്കിൽ എന്ത് വേണം, നമ്മൾ അതിന് കൊടുക്കേണ്ട വില, നമ്മൾ കൊടുക്കേണ്ട വിലയാണ് ശരിക്കും നമുക്ക് കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. തീർച്ചയായിട്ടും കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ആളുകൾക്ക് ഈ ബിസിനസ്സിനകത്ത് വിജയിക്കാൻ സാധിക്കില്ല. നിങ്ങൾ സ്ക്രീനിനകത്ത് ക്ലിയർ ആണല്ലോ, എല്ലാവർക്കും കാണാമല്ലോ അല്ലെ? എല്ലാവർക്കും ഒരു ഹായ് അയച്ചാൽ മതി, ഓക്കെ എന്ന് അയച്ചാലും മതി, തമ്പിട്ടാലും മതി. ക്ലിയർ ആണെങ്കിൽ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ യെസ്, ഓക്കെ, താങ്ക് യു. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് നമുക്ക് കമ്മിറ്റ്മെന്റ് ഇല്ലാത്തൊരു വ്യക്തിക്ക് ഈ ബിസിനസ്സിനകത്ത് ഒരു കാരണവശാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു വ്യക്തിക്ക് ഈ ബിസിനസ്സിനകത്ത് വിജയിക്കാൻ സാധിക്കില്ല. കമ്മിറ്റ്മെന്റ് വേണം. തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, മോട്ടിവേഷൻ. അതായത് ഒരു കാര്യം തുടങ്ങാൻ മോട്ടിവേഷൻ മതി. പക്ഷെ അത് പ്രാവർത്തികമാക്കണമെങ്കിൽ, അതിനെ വിജയിപ്പിക്കണമെങ്കിൽ, അത് ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ, അല്ലെങ്കിൽ ആ ലക്ഷ്യം നേടണമെങ്കിൽ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് വേണം. പലപ്പോഴും നമ്മൾ പറയണ്ടേ, മോട്ടിവേഷൻ തുടങ്ങാൻ മോട്ടിവേഷൻ മതി. നമ്മൾ കണ്ടില്ലേ, അതായത് നമ്മൾ മീറ്റിങ്ങിനകത്തൊക്കെ വന്നു കഴിഞ്ഞാല്, നമ്മൾ GTSനോ മീറ്റിങ്ങിലൊക്കെ വന്നു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ചില അധികം ആൾക്കാർ എന്ത് ചെയ്യും, അവിടുത്തെ ആ സിറ്റുവേഷൻസും അതുപോലെ തന്നെ വിജയിച്ച ആളുകളെ കാണുമ്പോഴും അതുപോലത്തെ ഹീറോയിൽ നിന്ന് ഹീറോയ ആൾക്കാരെ കാണുമ്പോഴും ഒക്കെ അവര് ഭയങ്കര ചാർജ് ആവും അല്ലെ, ഭയങ്കര ചാർജ് ആവും. അവര് എന്ത് തുടങ്ങും, ഞാൻ ഇനി പൊളിക്കും തകർക്കും, എന്നെ എന്ത് ചെയ്യാ ഈ ബിസിനസ്സിനകത്ത് കൊണ്ടുപോയ എന്ത് ചെയ്യാ ലീഡേഴ്സിനോടൊക്കെ പറയും, ഞാൻ നിങ്ങളെ മുകളിൽ പെട്ടെന്ന് പോകും, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ നിങ്ങളെ മുകളിലെത്തും. അതല്ലെങ്കിൽ ഭയങ്കരമായ വാഗ്ദാനങ്ങളും വാഗ്വാദങ്ങളും ആയിരിക്കും, ഭയങ്കരമായിരിക്കും. അതെന്താ, അപ്പൊ കിട്ടുന്ന മോട്ടിവേഷനാണ്, ഒരു ചാർജ് ആവുകയാണ് അവിടുന്ന്, ഒരു മോട്ടിവേഷൻ. അത് കഴിഞ്ഞാൽ മിക്കവാറും ആൾക്കാർ സോഡ പൊട്ടിച്ച മാതിരിയാണ്, നിറയെ പതിയൊക്കെ അങ്ങ് പോകും, പിന്നെ പച്ചവെള്ളാവും, അല്ലെങ്കിൽ പാറ്റുപോയ ബലൂൺ മാരിയാവും, ഊതി വീർപ്പിച്ച ബലൂൺ മാരിയാവും, അത് വിട്ടാ പോകും. പക്ഷെ കമ്മിറ്റ്മെന്റ് ഉള്ള ആളുകൾക്ക്, പ്രതിബദ്ധത, കമ്മിറ്റ്മെന്റ് ഉള്ള ആളുകൾ ഈ ബിസിനസ്സിനകത്ത് വിജയിക്കുള്ളൂ. കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ നിങ്ങൾ എത്ര തലകുത്തി മറിഞ്ഞിട്ടും കാര്യമില്ല ഡിഫറൻസ്, നിങ്ങൾക്ക് ഈ ബിസിനസ്സിനകത്ത് വിജയിക്കാൻ സാധിക്കില്ല. ലോകത്ത് വിജയിച്ച ആളുകളൊക്കെ എടുത്തു പോയി കഴിഞ്ഞാൽ അവരൊക്കെ കമ്മിറ്റ്മെന്റ് ഉള്ള വ്യക്തികളാണ്. കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരാൾക്ക് ഈ ബിസിനസ്സിനകത്ത് ഒരു കാരണവശാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, വിജയിക്കാൻ സാധിക്കില്ല. അപ്പൊ കമ്മിറ്റ്മെന്റ് ഒരു വലിയ ഘടകം തന്നെയാണ് ഈ ബിസിനസ്സിനകത്ത്. കമ്മിറ്റ്മെന്റ് വേണം. കമ്മിറ്റ്മെന്റ് ഇല്ലാത്തൊരു വ്യക്തിക്ക് ഈ ബിസിനസ്സിനകത്ത് 100% വിജയിക്കാൻ സാധിക്കില്ല. അപ്പൊ നമ്മുടെ സ്വപ്നങ്ങൾ നേടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന വിലയാണ് ശരിക്കും എന്ത് ചെയ്യാണ്, കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെ ഒരുപാട് സ്വപ്നങ്ങൾ, ഈ സ്വപ്നങ്ങൾ നേടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന വിലയാണെന്ന് ശരിക്കും പറഞ്ഞാൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയും.
തീർച്ചയായിട്ടും നമുക്കറിയാൻ പറ്റുന്നുണ്ടായിരിക്കും. കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ധാരാളം, അല്ലെങ്കിൽ പല നമുക്കിതിനെ കമ്മിറ്റ്മെന്റ് കുറച്ച് ടൈപ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിക്കാൻ പറ്റും. കമ്മിറ്റ്മെന്റ് നമുക്ക് കുറച്ച് ടൈപ്പായിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഡിറൈവ് ചെയ്യാം. അതായത് ഒന്ന് പേഴ്സണൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയും, രണ്ട് സോഷ്യൽ കമ്മിറ്റ്മെന്റ്, മൂന്ന് ഓർഗനൈസേഷണൽ കമ്മിറ്റ്മെന്റ്, നാല് ടീം കമ്മിറ്റ്മെന്റ്, അഞ്ച് ബിസിനസ് കമ്മിറ്റ്മെന്റ്. നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് കമ്മിറ്റ്മെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറെ പറയാനുണ്ട്. അതുപോലെ തന്നെ ലൈഫിനകത്ത് നമ്മൾ സക്സസ് ആവേണ്ടതിൽ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കമ്മിറ്റ്മെന്റ്. അതുകൊണ്ട് കുറെ ദിവസങ്ങളോളം ക്ലാസ് എടുക്കാനുണ്ട്. മനോജ് സാറൊക്കെ, നമ്മുടെ ഫൗണ്ടർ മനോജ് സാറൊക്കെ ശരിക്കും കമ്മിറ്റ്മെന്റിനെ കുറിച്ച് ദിവസങ്ങളോളം ക്ലാസ് എടുക്കാനുള്ള സബ്ജക്റ്റും കണ്ടന്റും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് കുറച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്ന തരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാം, കമ്മിറ്റ്മെന്റിനെ കുറിച്ച് അത്രയും വലിയൊരു ഒരു സബ്ജക്റ്റ് ആണ് ശരിക്കും കമ്മിറ്റ്മെന്റ് പറയുന്നത്. പക്ഷെ നമുക്കിപ്പോ കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം, കമ്മിറ്റ്മെന്റ് ഈ ബിസിനസ്സിനകത്ത് സക്സസ് ആവാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, കമ്മിറ്റ്മെന്റ് വെച്ച് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ആദ്യം വേണ്ടത് പേഴ്സണൽ കമ്മിറ്റ്മെന്റ് ആണ്. എന്താ പേഴ്സണൽ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാല്, തീർച്ചയായിട്ടും നമുക്കറിയാം പേഴ്സണൽ കമ്മിറ്റ്മെന്റ് അതായത് നമുക്ക് നമ്മളോട് തന്നെ ഒരു കമ്മിറ്റ്മെന്റ് വേണം. പലപ്പോഴും ഈ ബിസിനസ്സിനകത്ത് എന്തിനാണ് ജോയിൻ ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാല് ആളുകൾക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പ്രത്യേകിച്ച് പറയാന്ന് പറഞ്ഞാല് ചിലപ്പോൾ നിങ്ങളെ വീടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയെങ്കിൽ പോലും ഒരു പേഴ്സണൽ കമ്മിറ്റ്മെന്റ് ഇല്ലാത്തൊരു വ്യക്തിക്ക്, അതായത് അവനവനോട് തന്നെ ഒരു പ്രതിബദ്ധത ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഈ ബിസിനസ്സിനകത്ത് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ബിസിനസ്സിനകത്ത് വിജയിക്കാൻ സാധിക്കില്ല. ഒരു പേഴ്സണൽ കമ്മിറ്റ്മെന്റ് വേണം നമുക്ക് ഈ ബിസിനസ്സിനകത്ത് വേണം. കാരണം നമുക്ക് നമ്മളിൽ തന്നെ ഒരു എന്തിന് ഈ ബിസിനസ്സിലേക്ക് വന്നു, അല്ലെങ്കിൽ പലപ്പോഴും ചില നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടാവുമ്പോ, അല്ലെങ്കിൽ ബിസിനസ്സിനകത്ത് പല നെഗറ്റീവ്സോ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കാതൊക്കെ വരുമ്പോ പലപ്പോഴും ചില ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബിസിനസ്സിനെ വിട്ടുപോവുകയോ അല്ലെങ്കിൽ ഈ ബിസിനസ്സിനെ എന്ത് ചെയ്യാ ഒരു ഡീമോട്ടിവേറ്റ് ആവുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഒരു പേഴ്സണൽ കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ പലപ്പോഴും എന്ത് ചെയ്യാണ്, ഈ ഒരു വ്യക്തിക്ക് ഈ ബിസിനസ്സിനകത്ത് നിൽക്കാൻ സാധിക്കുക എന്നതിനേക്കാൾ ഉപരി ആ വ്യക്തിക്ക് ഇതിനകത്ത് വിജയിക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ എന്ത് ചെയ്യാനില്ല, ഒരു വ്യക്തിക്ക് ബിസിനസ്സിനകത്ത് വിജയിക്കാൻ അത്ര കണ്ട് സാധിച്ചോണം എന്നില്ല. അപ്പൊ ആയതുകൊണ്ട് നമുക്ക് എന്ത് വേണം, എപ്പോഴും നമ്മളൊരു പേഴ്സണൽ കമ്മിറ്റ്മെന്റ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഈ ബിസിനസ്സിനകത്ത് വേണം. അതുപോലെ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമുക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് അല്ലെ. അതായത് സോഷ്യൽ കമ്മിറ്റ്മെന്റ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മൾ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഈ വ്യക്തി കൂടി ആയിരിക്കണം ഈ ബിസിനസ്സിനകത്ത്. എന്താ സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാല്, ഈ ബിസിനസ്സിലേക്ക് വന്നത് നമ്മളുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. ശരിക്കും ആദ്യം നമ്മളെ കുടുംബം നന്നാക്കുക, പിന്നെ നമ്മളുടെ എന്ത് ചെയ്യാണ് അല്ലെ, വീട് നന്നാക്കുക, കുടുംബം നന്നാക്കുക, പിന്നെ സൊസൈറ്റിയെ നന്നാക്കുക നമ്മൾ പറയൂലേ. തീർച്ചയായിട്ടും ഇന്നൊരു ബിസിനസ്സുകാരന് അവനവന്റെ വീടോ കുടുംബമോ നന്നാക്കാൻ പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം അത്രയേറെ പ്രോബ്ലംസ് ആണ് ഒരു ബിസിനസ്സിനകത്ത് ഉള്ളത്. പക്ഷെ നമ്മൾ ഇവിടെ ചിന്തിച്ചു നോക്കൂ, നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ബിസിനസ്സിനകത്ത് ചിന്തിച്ചു നോക്കൂ, നമ്മൾ ശരിക്കും ഒരു സൊസൈറ്റിയെ സെർവ് ചെയ്യുന്ന അല്ലെങ്കിൽ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള വ്യക്തി ശരിക്കും ആരാ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, മൈ ലൈഫ് സ്റ്റൈൽ ചെയ്യുന്ന നമ്മളെ സക്സസ് ബെറി ഗ്ലോബലിലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണെന്ന് പറയാൻ പറ്റും. കാരണം ഒരു സൊസൈറ്റിക്ക് വേണ്ട എന്തൊക്കെയാണ്, ഒരു സമൂഹത്തിന് വേണ്ട എന്തൊക്കെയാണ്, ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത് എന്താണ്, നമുക്ക് ഹെൽത്ത്, ആരോഗ്യം അല്ലെ. രണ്ടാമത് എന്ത് വേണം, വെൽത്ത് വേണം അല്ലെ. മൂന്നാമത് ഹാപ്പിനെസ് വേണം, സന്തോഷം വേണം, ശരിയാണോ അല്ലെ, അതൊക്കെ വേണം. പക്ഷെ ഇതൊക്കെ ഒന്ന് കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രി ഉണ്ടെങ്കിൽ നമുക്ക് നെഞ്ഞത്ത് കൈവച്ച് നമുക്ക് എന്ത് ചെയ്യാം, അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, നമ്മളെ മൈ ലൈഫ്, എസ്പെഷ്യലി നമ്മുടെ സക്സസ് ബെറി ഗ്ലോബൽ നമ്മൾ ചെയ്യുന്ന നമ്മൾക്ക് മാത്രമേ അത് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് പറയാൻ പറ്റും. കാരണം എന്താ, ഇന്ന് നമ്മളെ നാട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് നമ്മുടെ മാരകമായ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അല്ലെ, ജീവിതശൈലി എന്ത് ചെയ്യാണ്, ഡീജനറേറ്റീവ് ഡിസീസസ് എന്ന് പറയും. അതായത് മാരകമായ അസുഖങ്ങൾ എന്ന് പറയും. ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. പക്ഷെ നമ്മളെ ഡ്യൂട്ടി എന്താണ്, ഇന്ന് എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ലൈഫ് സ്റ്റൈൽ ഡിസീസ്, മാരകമായ അസുഖങ്ങൾക്ക് ആളുകൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ രീതിയിലുള്ള അവയർനെസ് കൊടുത്തത് അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് നിലവിൽ, രണ്ടാമത് എന്താ, ഇതുപോലെ വല്ല അസുഖങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്ത് ചെയ്യുക, പൂർണ്ണമായിട്ടും ഹെൽത്തി ആക്കുക അല്ലെ, ഒരു ഹെൽത്തി സൊസൈറ്റിയെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്.
സത്യത്തിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം വരുമാനത്തിനേക്കാൾ ഉപരി നമ്മൾ എത്രയോ കുടുംബങ്ങളിലേക്ക് ആയുസ്സും ആരോഗ്യമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. നമ്മൾ നിർബന്ധിച്ചിട്ടാണെങ്കിലും ശരി, നമ്മൾ പിന്നാലെ നടന്നിട്ടാണെങ്കിലും ശരി, നമ്മൾ ഒരുപാട് കളിയാക്കിയാലും ശരി, നമ്മളെ റിജക്ട് ചെയ്താലും ശരി, നമ്മൾ എത്രയോ കഷ്ടപ്പെട്ടിട്ട് ഒരു വെൽഹാർട്ടോ അല്ലെങ്കിൽ പ്രോട്ടീൻ പൗഡറുകളോ അല്ലെങ്കിൽ നമ്മൾ ഡയബാല ഒരുപാട് പ്രൊഡക്റ്റ് നിർബന്ധിച്ച് കഴിപ്പിച്ചത് കൊണ്ട് ഒരുപാട് കുടുംബങ്ങളിൽ നിന്ന് കുടുംബനാഥന്മാരും ആ കുടുംബമൊക്കെ ഹെൽത്തി ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ ചിന്തിച്ചു നോക്കൂ, നമ്മൾ ചെയ്യുന്നത് ഏറ്റവും ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു മേഖല അല്ലെങ്കിൽ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്, സോഷ്യൽ കമ്മിറ്റ്മെന്റ്. രണ്ടാമത്തെ എന്താണ്? ഒന്ന് ഹെൽത്ത്, നമ്മൾ ഹെൽത്ത് കൊടുക്കുന്നു. രണ്ടാമത്തെ എന്താണ്? വെൽത്ത് അല്ല. ഇന്ന് എല്ലാ ആളുകളും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ജോലി എന്ന് പറയും. ഇന്നിപ്പോ എന്റെ ഒരു ഫ്രണ്ട് എന്നോട് പറയാണ്, അതായത് കഴിഞ്ഞ ഒരു 4-5 ദിവസം മുമ്പ് ബുധനാഴ്ച പറയാണ്, ആള് വർക്ക് ചെയ്യുന്ന ഒരു മെഡിക്കൽ കമ്പനിയിലാണ്. ആള് MBA ഉണ്ട്, അതുപോലെ തന്നെ നല്ല എഡ്യൂക്കേറ്റഡ് ആണ് ആളൊരു വലിയൊരു കമ്പനിയുടെ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്, സോണൽ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. ആള് പറഞ്ഞതെന്ന് വെച്ചാല്, എന്നോട് പറഞ്ഞു, നിഷാന്തെ അത്യാവശ്യം സാലറി ഒക്കെ ഉണ്ട്, നല്ല സാലറി ഒക്കെ ഉണ്ട്. പക്ഷെ എന്നോട് പറഞ്ഞു വെച്ചാല് ഏത് നിമിഷവും എന്റെ ജോലി നഷ്ടപ്പെടാം. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, എനിക്ക് താങ്ങാൻ പറ്റാവുന്നതിനേക്കാൾ ഒരു ടാർഗറ്റ് ആണ് ഓരോ മാസം തന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്, ഞാൻ ചെയ്യുന്ന ജോലി ചെയ്യാൻ ഇന്ന് പയ്യന്മാർ റെഡിയാണ്. അതായത് എനിക്ക് കിട്ടുന്ന 1 ലക്ഷം 1.25 ലക്ഷം രൂപ സാലറി ഉണ്ട്, 50,000 രൂപയ്ക്ക് ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ ചെയ്യുന്നേക്കാൾ ടാർഗറ്റ് ചെയ്യാൻ ഇന്ന് ആളുകൾ റെഡിയാണെന്നാണ് കമ്പനി അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കമ്പനി കമ്പൽ ചെയ്യാണ്, ഇത്ര ചെയ്തിരിക്കണം, ഇത്ര ചെയ്യണം, കമ്പനി നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സ്വകാര്യ മേഖലയിലാണെങ്കിലും സാലറി കൂടുന്തോടും സ്വകാര്യ മേഖലയിലെ ആളുകൾക്ക് പേടിയാണ്. കാരണം ഏത് നിമിഷം ജോലി നഷ്ടപ്പെടാം. അപ്പൊ ഒന്ന്. രണ്ടാമത്തെ, നമ്മൾ ബിസിനസ്സുകാരെ എടുത്തു നോക്കൂ. ബിസിനസ്സുകാര് കോമ്പറ്റീഷനും അതുപോലെ തന്നെ ബിസിനസ്സുകാർ അനുഭവിക്കുന്ന പ്രോബ്ലംസും ചിന്തിക്കാൻ സാധിക്കില്ല. ഇപ്പൊ ഞാൻ ഇന്നാള് എന്റെ ഒരു ഫ്രണ്ടിന് ഒരു ചെരുപ്പിന്റെ കടയുണ്ട്. എന്റെ ഫ്രണ്ടിന് അവന് അതിന്റെ പ്രോബ്ലംസ് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. കാരണം എന്താ, ആള് ഈ ചെരുപ്പിന്റെ റീറ്റെയിലും ഹോൾസെയിലും കൂടിയാ. അതായത് ഒന്ന്, ചെരുപ്പ് കട ഭയങ്കര കോമ്പറ്റീഷൻ ആണ്. അപ്പോ എല്ലാ കടയും അങ്ങനെ തന്നെ കോമ്പറ്റീഷൻ ആണ്. അപ്പൊ ഈ കോമ്പറ്റീഷൻ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ റെഡി പൈസക്ക് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി കമ്പനി എന്ത് ചെയ്യും, ഡിസ്കൗണ്ട് തരും ഓരോ ഉൽപ്പന്നത്തിനും. അപ്പൊ അങ്ങനെ ഡിസ്കൗണ്ട് തരുമ്പോ അതിന് വേണ്ടി അവൻ എന്ത് ചെയ്യാണ്, കടം വാങ്ങിയിട്ട് റോൾ ചെയ്തിട്ടും കുറച്ച് അതായത് കുറച്ച് വലിയ സ്റ്റോക്ക് ഇറക്കും. സ്റ്റോക്ക് ഇറക്കി കഴിഞ്ഞാല് സംഭവിക്കുന്ന വെച്ചാൽ അപ്പൊ തന്നെ കമ്പനി അടുത്ത മോഡൽ ഇറക്കും. കാരണം കമ്പനിയും കോമ്പറ്റീഷൻ ആണ്, കമ്പനി അടുത്ത മോഡൽ ഇറക്കും. ഇന്നിപ്പോ കണ്ട ചെരുപ്പിന്റെ മോഡലല്ല നാളെ ഉണ്ടാവുക, കമ്പനി അടുത്ത മോഡൽ ഇറക്കും. അത് പത്രങ്ങളിൽ പരസ്യങ്ങൾ വരും. ഓട്ടോമാറ്റിക് ആയിട്ട് പിന്നെ ആ ഷോപ്പിലേക്ക് ആളുകൾ വന്ന് ചോദിക്കുന്നതാ, ഇന്ന മോഡൽ, ഈ മോഡൽ ചെരുപ്പുണ്ടെന്നാ. അപ്പൊ അവൻ ഇറക്കിയ മോഡൽ ആ ചെരുപ്പുകളൊക്കെ ഔട്ട്ഡേറ്റഡ് ആയി. ചിന്തിച്ചു എത്ര, അതായത് കോമ്പറ്റീഷൻ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും കോമ്പറ്റീഷൻ ആണ്. അതുപോലെ തന്നെ ബാങ്കുകളും അതുപോലെ തന്നെ മറ്റു കളൊക്കെ ഇന്ന് ലോൺ ഈസി എന്ന് പറഞ്ഞാല് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുക. ഓട്ടോമാറ്റിക് ലോൺ എടുക്കും, ലോൺ അതിന്റെ അടവ് പോകാൻ പറ്റില്ല. ഇപ്പൊ അതുപോലെ തന്നെ ഷോപ്പിന്റെ കട മീൻസ് അതായത് ഷോപ്പിന്റെ റെന്റ്, അതുപോലെ തന്നെ ബാങ്കുകളുടെ EMI, അതുപോലെ തന്നെ വണ്ടി ഉണ്ടെങ്കിൽ അതിന്റെ EMI, ഇങ്ങനെ സത്യത്തിൽ അവൻ പറഞ്ഞാല് വലിയ രീതിയിലുള്ള ഒരു പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുക എല്ലാ 90% കടക്കാരും. പക്ഷെ അവൻ പറയാ, എന്താ വേറൊരു മേഖല നമുക്ക് കണ്ടെത്താനാണെങ്കിൽ ഇന്ന് സമൂഹത്തിൽ ഇല്ലതാനും. അത് ഞാൻ ഈ ഡയറക്ട് സെല്ലിനെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാ, എനിക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഇത്രയും ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞാൻ എങ്ങനെ പോരും എന്നൊക്കെ അവനോട് പറയുന്നത്. ലാസ്റ്റ് അവനെ ഞാൻ എന്റെ കൂടെ പതുക്കെ തുടങ്ങി കഴിഞ്ഞു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അതായത് നമ്മൾ ഇന്നൊരു സൊസൈറ്റിയിൽ ബിസിനസ്സുകാരും ജോലിക്കാരും അനുഭവിക്കുന്ന പ്രോബ്ലംസ്, അതിനെക്കുറിച്ച് സത്യത്തിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ എനിക്ക് അറിയാവുന്ന, എന്റെ സുഹൃത്തല്ല, എനിക്ക് അറിയാവുന്ന ഒരാളുണ്ട്. ആള് ഒരു ഹോട്ടൽ തുടങ്ങി ആ ഹോട്ടലിൽ പരാജയപ്പെട്ടു. ആള് ഒരു പരാജയത്തിൽ നിന്ന് പഠിക്കുമെന്ന ലെവലില് പുള്ളിക്കാരൻ എന്ത് ചെയ്തു, ഇന്ന് പുള്ളിക്കാരൻ മഞ്ചേരിയിൽ അറിയപ്പെടുന്ന സെക്കൻഡ് ഹാൻഡ് ഹോട്ടൽ സാധനങ്ങൾ വിൽക്കുന്ന ആളാ. അതായത് പൂട്ടുന്ന ഹോട്ടലുകളുടെ ഉൽപ്പന്നങ്ങളൊക്കെ എടുത്ത്, അതായത് അതിന്റെ കിച്ചൺ, അതിന്റെ ഡൈനിങ്, അതുപോലെ തന്നെ അതിന്റെ മേശ, കസേര, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്ന ഒരു വലിയ സ്ഥാപനം ഇപ്പൊ ആൾക്കുണ്ട്. ഇപ്പൊ ആൾ അതിലൂടെ കോടീശ്വരനായി. അതായത് പൂട്ടിയ ഹോട്ടലുകളുടെ അടുത്ത എക്യുപ്മെന്റ്സും അടുത്ത ഫർണിച്ചറുകളും ഒക്കെ എടുത്ത് വിൽക്കുന്ന ഒരു ഷോപ്പ് തുടങ്ങി ഇന്ന് അദ്ദേഹം കോടീശ്വരനാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നമ്മളിത് മനസ്സിലാക്കണം. ഇന്ന് സമൂഹം എങ്ങോട്ട് പോകുന്നു, അവിടെയാണ് നമ്മളെ ബിസിനസിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. നമ്മളും സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആണ്, നമ്മളെ ഉൽപ്പന്നങ്ങൾ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു. ഇന്ന് ഒരു സൂപ്പർ മാർക്കറ്റ് ഉള്ളതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ നമുക്കുണ്ട്.
ഇല്ലേ? ഇന്റർനാഷണൽ ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ നമുക്കുണ്ട്. ഇന്ന് ആളുകളുടെ ആവശ്യമാണ്, ആളുകളുടെ ആവശ്യം കണ്ട് ആ ആവശ്യത്തെ ബിസിനസ്സാക്കി മാറ്റുന്നതാണ് ലോകത്തെ കോടീശ്വരൻ എന്ന് പറയും. ഇന്ന് ആളുകൾക്ക് ആവശ്യം ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ജീവിതശൈലി രോഗങ്ങൾ വരാതിരിക്കാൻ എങ്ങനെ വന്ന അസുഖങ്ങളെ എങ്ങനെ പൂർണ്ണമായിട്ട് മാറാം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ഇത്തരം പ്രൊഡക്റ്റ്. രണ്ടാമത്തെ എന്താണ്? ഡയറക്ട് സെല്ലിംഗ് എന്ന ഇൻഡസ്ട്രി. ഇൻവെസ്റ്റ്മെന്റ് ഇല്ല എന്നാൽ എത്ര വേണമെങ്കിലും ഉണ്ടാക്കാൻ സാധിക്കും. റിട്ടേൺ, ഹൈ റിട്ടേൺ, ലോ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലല്ലോ നമുക്ക് ഈ ബിസിനസ്സിനകത്ത്. എന്തൊരു സന്തോഷവും സമാധാനമായിട്ട് നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും. അപ്പൊ ചിന്തിച്ചു നോക്കുക, നമ്മള് ഇന്ന് ഈ ഒരു മേഖലയിലേക്ക് വന്നതുകൊണ്ട് എത്ര ഹാപ്പിയാണ് നമ്മൾ, അല്ലെ? ചിന്തിച്ചു നോക്കൂ, നമ്മൾ എത്ര സന്തോഷത്തോടെ നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. രാവിലെ നമ്മൾ എല്ലാവരും ഒരു കൊടക്കയിൽ ഒരു സൂമിൽ ഇരിക്കുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നമ്മൾ ബില്യനെയറും ട്രില്യനെയറൊക്കെ ആവാൻ, കോടീശ്വരന്മാരാവാൻ വേണ്ടിയുള്ള ഡിസ്കഷൻസ് ആണ് നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, മറ്റുള്ള മേഖലയിൽ അങ്ങനെയല്ല, ഇല്ലേ? അപ്പൊ നമ്മൾ എന്താണ് ഹെൽത്ത് കൊടുക്കുന്ന സമൂഹത്തിന്, അതുപോലെ തന്നെ വലിയ ആളുകൾക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ അവരുടെ സ്വപ്നങ്ങൾ ട്രൂലി യാഥാർത്ഥ്യമാവാനുള്ള ഒരു വലിയ അവസരം നമ്മൾ കൊടുക്കുന്നു, അല്ലെ? ചിന്തിച്ചു നോക്കുക. രണ്ടാമത്തെ ഹാപ്പിനെസ്, നമ്മൾ സന്തോഷമല്ലേ? കാരണം എന്താ, മറ്റേത് മേഖലയിലും ഒരു കോമ്പറ്റീറ്റർ വന്നു കഴിഞ്ഞാൽ പരാജയപ്പെടും. പക്ഷെ ഇവിടെ ഒരു കോമ്പറ്റീറ്റർ വന്നു കഴിഞ്ഞാൽ സക്സസ് ആവുന്ന ഒരു മേഖലയിലേത്. നമ്മളെ കൂടെ നമ്മളെക്കാൾ കഴിവുള്ള ആൾക്കാർ വരുമ്പോൾ നമ്മളും വിജയിക്കും, അവരും വിജയിക്കും. ശരിയല്ലേ? കഴിവുകൾക്ക് പ്രാധാന്യമില്ല. ഇവിടെ എന്ത് ചെയ്യാണ്? മാറ്റങ്ങൾക്കാണ്, നമ്മുടെ അറിവുകൾക്കും ആ മാറ്റങ്ങൾക്കാണ് പ്രാധാന്യം എന്ന് പറയും, അല്ലെ? ചിന്തിച്ചു നോക്കുക. അപ്പൊ നമ്മൾ ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് പഠിക്കുക, ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ പറയാം ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ഇത്രയും നല്ലൊരു ഇൻഡസ്ട്രീന് ഇപ്പൊ നമ്മളെ കയ്യിൽ ഇപ്പൊ നമ്മളെ ഈ ഭൂമി നമുക്ക് കിട്ടാനില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ? ഇതെല്ലാം നമ്മൾ ചെയ്യണം. അപ്പൊ സോഷ്യൽ കമ്മിറ്റ്മെന്റ് നമ്മൾ കാണിക്കണം. പലപ്പോഴും ഈ ബിസിനസ്സിനെ ഇത് ഏറ്റെടുക്കുന്ന ആളുകൾ അതിനെ ഇത്രത്തോളം ഒരു വാല്യൂ ഇതിനെ കാണുന്നില്ല. അല്ലെങ്കിൽ ഞാൻ പറയും, യഥാർത്ഥത്തിൽ ഏറ്റെടുക്കേണ്ട കൈകളിലേക്ക് അല്ല ഈ ബിസിനസ് എത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ എത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഞാൻ പലപ്പോഴും അങ്ങനെ പറയാ, ഇത് ഏറ്റെടുക്കേണ്ട ആളുകളുടെ കയ്യിലേക്ക് ഇപ്പോഴും ഈ ബിസിനസ് എന്ത് ചെയ്തിട്ട് എത്തിയിട്ടില്ല. ഇത് ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഏറ്റെടുക്കേണ്ട കൈകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മോശമെന്നല്ല ഉദ്ദേശിച്ചത്. പകരം ഈ ബിസിനസ് ആവശ്യമുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പൊ നമ്മുടെ സമൂഹത്തിലുണ്ട്. വലിയ വലിയ ബിസിനസ്സുകാരുണ്ട്, അതുപോലെ തന്നെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, നമ്മളെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. എല്ലാ ആളുകൾക്കും ഈ ബിസിനസ് ആവശ്യമാണ്. ഇപ്പൊ ഇന്ന് നമ്മൾ ബിസിനസ്സിലേക്ക് വരുന്നതൊക്കെ ഗവൺമെന്റ് എംപ്ലോയീസും വലിയ ബിസിനസ്സുകാരും ഒക്കെയാണ് വരുന്നത്. കാരണം എന്താ? അവർ തിരിച്ചറിഞ്ഞു തുടങ്ങി ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാണ്ട് എത്ര കോടികൾ വേണം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പൊ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള വ്യക്തിയാവുക. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇന്ന് നിങ്ങൾ ഈ ബിസിനസ് തുടങ്ങി. ഇപ്പോ കഴിഞ്ഞ നമ്മുടെ ബെറിസ്റ്റാർ സബ്മിറ്റിനകത്ത് മനോജ് സാർ, മുബിൻ സാർ വീടിന്റെ വീടിന്റെ ഒരു പ്രോഗ്രാം നടത്തി. എന്താണ് നമ്മുടെ ഒരു വീഡിയോ കാണിച്ചു തന്നു. മുബിൻ സാറെ വീടിന്റെ ഒരു വീഡിയോ കാണിച്ചു. ആ വീഡിയോയിൽ അന്നത്തെ അവിടെ ചടങ്ങ് നടക്കുകയാണ്, അല്ലെ? ആ ചടങ്ങ് നടക്കുന്ന സമയത്ത് ആ വീട്ടിലേക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, 100 കണക്കിന് ബെൻസും BMW അതുപോലെ തന്നെ വലിയ വലിയ വാഹനങ്ങളാണ് ആ വീടിന്റെ മുറ്റത്ത് കിടക്കുന്നത്. ശരിക്കും ചിന്തിച്ചു നോക്കൂ, അതെത്ര അഭിമാനം ഉണ്ടാകും മുബീൻ സാറിന്, അല്ലെ? അദ്ദേഹം ഒരു ബിസിനസ് ഏറ്റെടുക്കുക വഴി ഇന്ന് നമ്മളെ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളിലാണ് എന്തില് വലിയ രീതിയിൽ ലക്ഷങ്ങളും കോടികളും മാസം വരുമാനം വാങ്ങുന്ന ലക്ഷക്കണക്കിന് ആളുകളെയാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ബിസിനസ്സിനകത്തൂടെ സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത്. ഈ ഇൻഡസ്ട്രിയുടെ വലിപ്പമല്ലേ? നിങ്ങൾ മനസ്സിലാക്കി നോക്കുക, ഈ ഇൻഡസ്ട്രിയുടെ വലിപ്പമല്ലേ? ഈ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വലിയ സ്ഥാപനത്തിനകത്ത് ഞാൻ ചോദിക്കുന്നു, MA ജോസഫ് അലി സാറുണ്ട്, നമുക്ക് വളരെ അഭിമാനമുള്ള ആളാണ്. അതുപോലെ കുറെ കോടീശ്വരന്മാരുണ്ട്. എത്ര അവരെ സ്റ്റാഫുകൾക്ക് ബെൻസും BMW കോടികൾ മാസം വരുമാനമുണ്ട്? ഇല്ലല്ലോ. പക്ഷെ ഇവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്? നമുക്ക് തൊഴിൽ കൊടുക്കാനും ഒരുപാട് ആളുകളുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ഒരേ ഒരു ഇൻഡസ്ട്രി ഇന്ന് ഈ ലോകത്തുള്ളൂ. അത് ഡയറക്ട് സെല്ലിംഗ് ആണ്. അത് നമുക്ക് അഭിമാനിക്കാം. സക്സസ്ബറി ഗ്ലോബലിനായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾക്കാണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള വ്യക്തിയായിട്ട് നിങ്ങൾ മാറണം. ക്ലിയർ? അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ബിസിനസ്സിനകത്ത് നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. സോഷ്യൽ കമ്മിറ്റ്മെന്റ് മസ്റ്റ് ആണ്. നമുക്ക് എന്ത് കിട്ടും? ഞാനെങ്ങനെ ചിന്തിക്കുന്ന പകരം സൊസൈറ്റിക്ക്, നമ്മളെ കൂടെ വന്ന ആളുകൾക്ക് സൊസൈറ്റിക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റും എന്ന് ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ വലിയ രീതിയിൽ വളരും. അതാണ് ഈ ബിസിനസ്സിനെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള വ്യക്തിയാവുക. അതുപോലെ തന്നെയാണ് നമുക്ക് പ്രധാനപ്പെട്ട ഘടകമാണ് അതുപോലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ ഈ ബിസിനസ്സിനകത്ത് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? വിജയിക്കാൻ പറ്റില്ല. അതായത് നമ്മുടെ ഓർഗനൈസേഷൻ സക്സസ്ബറി ഗ്ലോബൽ, അതായത് നമ്മൾ എന്താ SBGക്ക് ഒരു ഗോൾ ഉണ്ടെങ്കിൽ, സക്സസ്ബറിക്ക് ഒരു ഗോൾ ഉണ്ടെങ്കിൽ ആ ഗോളിന്റെ ഒരു പാർട്ടായിട്ട് നമ്മൾ മാറണം.
അതായത് സക്സസ് ബറി ഗ്ലോബലിന്റെ ഗോൾ അല്ലെങ്കിൽ SBGയുടെ ഗോളിന്റെ പാർട്ടായിട്ട് നമ്മൾ മാറണം. സക്സസ് ബറി ഗ്ലോബലിന് എന്തുണ്ട്? അതായത് വേൾഡ് ക്ലാസ് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക, ഒരുപാട് ആളുകളെ സമ്പന്നരാക്കുക, ഹെൽത്ത്, അതുപോലെ ഒരുപാട് ആളുകൾക്ക് നല്ല ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഹെൽത്ത് ഉണ്ടാക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഒരു പ്രൊഫഷണൽസിനെ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് അതായത് ഒരു ഓർഗനൈസേഷനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സിസ്റ്റം ഫോളോവർ ആവുക, ഒരു ഓർഗനൈസേഷന്റെ സിസ്റ്റം ഫോളോവർ ആവുക. ഓർഗനൈസേഷന്റെ സിസ്റ്റം എന്ത് ചെയ്യുക, ഓർഗനൈസേഷന്റെ ഗോള് അച്ചീവ് ചെയ്യാൻ എന്ത് ചെയ്യുക, നമ്മൾ ഒരു പാർട്ടായി മാറുക, അതിനെ ഫോളോ ചെയ്യുക. അതായത് നമ്മളൊരു സിസ്റ്റം പ്ലെയർ ആവുക, ഒരു ഓർഗനൈസേഷൻ പ്ലെയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മാറുക. എനിക്ക് എന്ത് കിട്ടും ചിന്തിക്കുന്നേക്കാൾ നല്ലത്, അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് എന്ത് സിസ്റ്റത്തിന് കൊടുക്കാൻ സാധിക്കുമെന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മള് ഈ ബിസിനസ്സിനകത്ത് എന്ത് ചെയ്യുന്നത്, വിജയിക്കുന്നത്. അതല്ലാണ്ട് പലപ്പോഴും എനിക്ക് എന്ത് കിട്ടും, സിസ്റ്റം അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല, അങ്ങനെ ചെയ്യുന്നില്ല, ഇങ്ങനെ ചെയ്യുന്നില്ല എന്നതിനേക്കാൾ ഉപരി സിസ്റ്റത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുക. കാരണം നമ്മളെ കുടുംബം വലുതാവണമെങ്കിൽ ആ കുടുംബത്തിന്റെ അംഗം എന്ന നിലയ്ക്ക് നമ്മൾ വലുതായാൽ ആ കുടുംബം വലുതാവും. ശരിയല്ലേ? പലപ്പോഴും അത് ആളുകൾ എന്ത് ചെയ്യുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു കുടുംബം, എന്റെ കുടുംബം വലിയ കുടുംബമായി മാറണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, അതിന് ഞാൻ വേണ്ട മാറ്റങ്ങൾ ഞാൻ വരുത്തിയാൽ എന്റെ കുടുംബം വലുതാവും, അല്ലേ? ഓർഗനൈസേഷൻ ആണ് ഏറ്റവും വലുത്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓർഗനൈസേഷൻ തിങ്കിങ് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ബിസിനസ്സിനകത്ത് വിജയിക്കാൻ സാധിക്കില്ല. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നോ അതിന്റെ 10 ഇരട്ടി വേഗതയിൽ നെഗറ്റീവ് പോസിറ്റീവ് ചെയ്യാൻ നമ്മളെ കൂടുതൽ ആൾക്കാർ നോക്കി നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു റോൾ മോഡലായിട്ട് നമ്മൾ തീർച്ചയായിട്ടും മാറണം. ഓർഗനൈസേഷൻ വലിയ ഘടകമാണ്. ഓർഗനൈസേഷൻ തിങ്കിങ് ഇല്ലെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല. ഒരു സിസ്റ്റം നമ്മളിപ്പോഴും പറയില്ലേ, നമുക്ക് ഞാൻ ഇന്നാളൊരു വീഡിയോ കണ്ടതിനകത്ത്, വീഡിയോ അല്ല, അതായത് ഒരു ഓഡിയോ കണ്ടായിരുന്നു. അതായത് നമ്മളെ ഭർത്താവിനെ രാജാവാക്കിയാൽ എന്ത് ചെയ്യാണ്, തീർച്ചയായിട്ടും രാജ്ഞിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഭാര്യയ്ക്ക് മാറാമെന്ന് എന്ത് ചെയ്യുന്ന പറയും, അല്ലെ? ഭർത്താവിനെ എന്ത് ചെയ്യുക, ഒന്നുമില്ലാത്തവനാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഭാര്യ ഒന്നുമില്ലാത്ത ആളായിട്ട് മാറുന്ന പറയുക. അപ്പൊ സിസ്റ്റത്തെ പവർഫുൾ ആക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ നമ്മളൊരു സിസ്റ്റം പ്ലെയർ ആവുക. ഇന്ന് നമുക്ക് അഭിമാനിക്കാൻ പറ്റും, ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഭിമാനിക്കാൻ പറ്റും പറഞ്ഞാൽ ഇത്ര പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് ഒരു സിസ്റ്റം സക്സസ് ബറി ഗ്ലോബൽ ഉണ്ട്. ഈ സക്സസ് ബറി ഗ്ലോബലിനെ നാളെ വേൾഡ് ക്ലാസ് ഒരു ഓർഗനൈസേഷൻ ആയി മാറ്റുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്വമാണ്. അതിന് നമ്മുടെ ഒരു വേൾഡ് ക്ലാസ് ലീഡർ ആയിട്ട് നമ്മൾ മാറുക. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, സിസ്റ്റവും ഒരു വേൾഡ് ക്ലാസ് സിസ്റ്റമായിട്ട് മാറും. സിസ്റ്റം എന്ന് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും നിങ്ങളുമാണ് സിസ്റ്റം. അല്ലാണ്ട് സിസ്റ്റം വേറെ ഒന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ ചിന്തിച്ചു നോക്കാം, സിസ്റ്റത്തിന് നമുക്ക് കാണിക്കാൻ പറ്റുമോ? ഇപ്പൊ ഒരു പേന നമുക്ക് കാണിക്കാം, ഒരു പെന്ന്. ഇപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേന എന്ന് കാണിക്കാം, അല്ലേ? ഇത് ഷർട്ട് എന്ന് കാണിക്കാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണിക്കാൻ പറ്റും. മെറ്റീരിയലിസ്റ്റിക് ആണ്. പക്ഷെ സിസ്റ്റത്തിന് കാണിക്കാൻ പറ്റുമോ? ഒന്നും വേണ്ട. മതങ്ങളെ കാണിക്കാൻ പറ്റുമോ? ഇപ്പൊ ഇസ്ലാം മതം, ഹിന്ദു മതം, അതുപോലെ തന്നെ ക്രിസ്ത്യൻ മതം, കുറെ മതങ്ങൾ, ജൈന, പാഴ്സി, ഇങ്ങനെ കുറെ മതങ്ങളില്ലേ. ഈ മതങ്ങളെ നമുക്ക് കാണിക്കാൻ പറ്റുമോ? ഇല്ല. കുറെ കാര്യങ്ങൾ ഒത്തുകൂടുന്നതാണ് മതം. അതുപോലെ തന്നെയാണ് സിസ്റ്റവും. നമ്മളാണ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ഇനി വരാൻ പോകുന്ന സിസ്റ്റത്തിനകത്ത് വരാൻ പോകുന്ന കറക്റ്റാണ് സിസ്റ്റം. അപ്പൊ ഈ സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്യേണ്ടത്, സിസ്റ്റത്തെ ഒരു സിസ്റ്റം പ്ലെയറായി മാറേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഓരോരുത്തരും ഒരു വേൾഡ് ക്ലാസ് ലീഡറും ഈ ബിസിനസ്സിനകത്ത് ഒരു സൂപ്പർ സ്റ്റാറും അതുപോലെ തന്നെ എല്ലാം ആവുമ്പോൾ സിസ്റ്റവും അതിന്റെ മുകളിൽ പോവും. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്ക് സിസ്റ്റവും പോവും. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം എന്താ, സിസ്റ്റമാണ്. സിസ്റ്റത്തിനകത്ത് പ്രവർത്തിക്കുക, എന്നാൽ നമുക്ക് ഈ ബിസിനസ് വിജയിക്കാൻ സാധിക്കും. എന്നാൽ സിസ്റ്റത്തിന്റെ മുകളിലേക്ക് നമ്മൾ പോയി എന്ന് ചിന്തിക്കുന്ന ആളുകളൊക്കെ നാളെ ഒന്നും അല്ലാതെ മാറിയിട്ടുണ്ട്. നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും. ചെറിയൊരു ഉദാഹരണം പറയാം. ഇന്ന് കേരളത്തില് അറിയപ്പെടുന്നതാണ് ലീഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന ഒരു വ്യക്തിയാണ് കെ കരുണാകരൻ, അല്ലെ? കെ കരുണാകരൻ നമുക്ക് എന്ത് നോക്കൂ, അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന് ഞാൻ കോൺഗ്രസ് പാർട്ടിയെയോ അദ്ദേഹത്തെ കുറ്റം പറയുകയല്ല, പകരം അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹം എന്ത് ചെയ്യുന്നു, പാർട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കാനാ അദ്ദേഹത്തിന് തോന്നി. എന്ത് ചെയ്യാണ്, പാർട്ടിയല്ല എനിക്ക് സ്വന്തമായിട്ട് പാർട്ടി ഉണ്ടാക്കാൻ ഞാനാണ് സംഭവം തോന്നിക്കഴിഞ്ഞു അദ്ദേഹം മാറി നിന്നു. ഒരു സ്വന്തമായിട്ട് ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒന്നും അല്ലാതായി മാറുക ചെയ്തു, അല്ലെ? അപ്പൊ ആ രാഷ്ട്രീയ പാർട്ടിയാണ് അദ്ദേഹത്തിന് മുകളിൽ എന്ന് നമ്മൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ സിസ്റ്റമാണ് ഏറ്റവും വലുത്. ഇന്ന് മോദി BJP നിന്ന് പോയാൽ മോദി ഒന്നും അല്ല. പിണറായി വിജയൻ സഖാവ് പാർട്ടിയിൽ നിന്ന് മാറി നിന്നാൽ ഒന്നും അല്ല. അപ്പൊ എന്താണ് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത്, എന്താണ്, സിസ്റ്റമാണ് വലുത്. അത് എപ്പോഴും മനസ്സിനകത്ത് ആ ചിന്ത അത് പോകുന്ന എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ട് ഈ ഉത്തരത്തിൽ നിൽക്കുന്ന പല്ലി മാറിയാണ്. ഉത്തരത്തിന്റെ താഴേക്ക് പല്ലി നിൽക്കുമല്ലോ. അപ്പൊ പല്ലി വിചാരിക്കും എന്താണ്, ആ ഉത്തരം മൊത്തം താഴെ നിൽക്കുന്നത് ഞാനാണ് വിചാരിക്കും. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഇവിടെ ആ പല്ലി അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്,
ഇവിടെ ആളുകൾ പരാജയപ്പെടുന്നത്. അപ്പൊ ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സിസ്റ്റം പ്ലെയർ ആവുക. സിസ്റ്റത്തിന് എന്ത് കൊടുക്കാൻ പറ്റും നോക്കുക, സിസ്റ്റം പ്ലെയർ ആവുക. കറക്റ്റ് നമ്മളൊരു സിസ്റ്റത്തിൽ നിന്ന് കഴിഞ്ഞാൽ സിസ്റ്റം എത്ര കണ്ട് വലുതാവുന്നോ അത്ര കണ്ട് നമ്മൾ എന്ത് ചെയ്യും, വിജയിക്കും. അപ്പൊ ആയതുകൊണ്ട് നമ്മളെല്ലാവരും ഒരു സിസ്റ്റം പ്ലെയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, മാറുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ബിസിനസ്സിനകത്ത് വിജയിക്കാൻ സാധിക്കുള്ളൂ. കാരണം അങ്ങനെ ഒരു റോൾ മോഡലായിട്ട് എന്ത് ചെയ്യുക, നമ്മളെല്ലാവരും മാറുക. അതുപോലെ തന്നെയാണ് ടീം കമ്മിറ്റ്മെന്റ്. ഈ ബിസിനസ്സിനകത്ത് വലിയൊരു ഘടകമാണ് ടീം കമ്മിറ്റ്മെന്റ് എന്ന് പറയും. അതായത് കമ്മിറ്റ്മെന്റ് ടു ഈച്ച് അതർ ആൻഡ് ഈച്ച് അതർ സക്സസ്. അതുപോലെ തന്നെ കമ്മിറ്റ് ടു ദ ടീം ആൻഡ് ദ ടീം സക്സസ്. അതായത് നമുക്ക് എന്ത് വേണം, ഒരു ടീം കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഈ ബിസിനസ്സിനകത്ത് വിജയിക്കാൻ സാധിക്കില്ല. അതായത് ഇതൊരു കോമ്പറ്റീഷൻ അല്ല. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക, ഇതൊരു ടീമായിട്ട് കോമ്പറ്റ് ചെയ്യരുത്. കോമ്പറ്റീഷൻ അല്ല, ഇതൊരു കൊളാബറേഷൻ ആണ് ഈ ബിസിനസ്. അതായത് ദിസ് ബിസിനസ് ഇസ് എ കൊളാബറേഷൻ, നോട്ട് എ കോമ്പറ്റീഷൻ. ഇതൊരു കോമ്പറ്റീഷൻ അല്ല. പലപ്പോഴും ടീമിനകത്ത് എന്ന് വെച്ചാൽ ഒരു ടീമിനോട് കമ്മിറ്റ്മെന്റ് ഉള്ള വ്യക്തിയാണ്, ടീമിന്റെ സക്സസിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാവണം. ടീം നമ്മളുടെ കൂടെ വന്ന ആളുകളെ വിജയിപ്പിക്കണം, അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, പ്രവർത്തിക്കണം. അവിടെ ഒരു കോമ്പറ്റീഷൻ മൈൻഡ് പാടില്ല. എന്നേക്കാൾ ഇവൻ വളരുമെന്നുള്ള ചിന്ത, അല്ലെങ്കിൽ എന്നേക്കാൾ ഇവള് വളരുമെന്നുള്ള ചിന്ത, എന്നേക്കാൾ വളർന്നാൽ എനിക്ക് സന്തോഷം എന്നുള്ള ചിന്ത എന്ത് ചെയ്യണം, നിങ്ങൾ വരണം. അതാണ് ടീം കമ്മിറ്റ്മെന്റ് എന്ന് പറയാം. അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഈ ബിസിനസ്സിനകത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, വിജയിക്കാൻ സാധിക്കില്ല. അതായത് നമ്മൾ ഈ ഒരു റിസ്ക് ഏറ്റെടുക്കാനുള്ള മൈൻഡ് സെറ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. റിസ്ക് ഏറ്റെടുക്കാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിനകത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ബിസിനസ്സിനകത്ത് വിജയിക്കാൻ സാധിക്കില്ല. അപ്പൊ എന്ത് വേണം, നിങ്ങൾ ഒരു ടീം കമ്മിറ്റ്മെന്റ് ആവുക, ടീമിന്റെ സക്സസിന് വേണ്ടി പ്രവർത്തിക്കുക. ടീമിന്റെ സക്സസിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാല് ടീമിനകത്ത് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിൽ മാത്രം ഒതുക്കരുത്. ചില ആൾക്കാരുണ്ട് ടീമിനെ കൊണ്ടുപോകുന്ന എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് ഈ തള്ളക്കോഴികൾ ചെറിയ കൊച്ചു കുട്ടികളെ കൊണ്ടു നടക്കുന്ന മാതിരിയാണ്. ആ ചിറകിന്റെ അടിയിൽ മാത്രം കൊണ്ടു നടക്കുകയാണ്, അങ്ങനെ കൊണ്ടു നടക്കുകയാണ്. ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, വളരാൻ സാധിക്കില്ല. രണ്ടാമത്തെ, ഒരു വലിയ മരത്തിന്റെ ഒരു മരത്തിന്റെ താഴെ അതുപോലെ ഒരു മരം മാറില്ല, പകരം ആ മരത്തെ പറിച്ചു നട്ടു കഴിഞ്ഞാൽ അപ്പുറത്ത് അത് വളരും, അല്ലെ? എന്ന മാതിരി തന്നെയാണ് ഒരു ടീമിനകത്ത് എപ്പോഴും എന്ത് ചെയ്ത് ടീമിനകത്തുള്ള ആളുകൾക്ക് വളരാനുള്ള സ്പേസ് കൊടുക്കുക. ഒന്ന്. രണ്ടാമത്, ഏത് തലത്തിലുള്ള ആൾക്കാർ നമ്മൾ ചിന്തിക്കില്ല, ഇന്ന കഴിവുള്ള ആൾക്കാർ വരണം, ഇന്ന രീതിയിലുള്ള ആൾക്കാർ വരണം ചിന്തിക്കും, അതുപോലുള്ള ആളായിട്ട് നമ്മൾ മാറുക. മൂന്നാമത് എന്ത് ചെയ്യാണ്, ടീമിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. അവരെ എന്തെങ്കിലും ചെയ്തിട്ട് എനിക്ക് എന്റെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതിന് പകരം അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ട് എനിക്ക് എന്റെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ ചിന്തിക്കുക. നിങ്ങളുടെ സ്വാർത്ഥത വിടുക. പകരം എന്ത് ചെയ്യുക, നിങ്ങൾ ടീമിനെ സക്സസ് ആവാൻ വേണ്ടി, ടീമിന്റെ വിജയത്തിന് വേണ്ടി നിങ്ങൾ അഹോരാത്രം പ്രവർത്തിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. കാരണം നമ്മളുടെ കൂടെ വന്ന ആൾക്കാർ വിജയിക്കണം. അവരെ അവരെ എത്ര കഷ്ടപ്പെട്ടിട്ടാവും നമ്മുടെ കൂടെ ഓരോരുത്തരും പൈസ തന്നു വന്നിട്ടുണ്ടാവുക, അല്ലെ? ഒരു 500 രൂപ പോലും എടുക്കാൻ പറ്റാത്ത ഫാമിലി നമ്മളെ നാട്ടിലുണ്ട്. നമ്മളെ ബിസിനസ്സിനകത്ത് വന്നിട്ടുണ്ടായിരിക്കാം. ചിലപ്പോ അവര് മക്കളുടെ വിദ്യാഭ്യാസത്തിനോ, അല്ലെങ്കിൽ അവരൊരു മാസത്തെ EMI അടയ്ക്കാനോ, അല്ലെങ്കിൽ ഒരു വീട് പണിക്കോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടി എടുത്തു വെച്ച പൈസ അവര് നമ്മളെ കയ്യിൽ ഈ കൈ കൊണ്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ, നമ്മളെ കയ്യിൽ തന്നിട്ടുണ്ടെങ്കിൽ, ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ടീമിനോട് കമ്മിറ്റ്മെന്റ് കാണിക്കണം, ടീമിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കണം, ടീമിന്റെ റോൾ മോഡൽ ആവണം. നിങ്ങൾ ടീമിനകത്ത് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന വ്യക്തി നിങ്ങളായിട്ട് മാറണം. നിങ്ങൾ ടീമിനകത്ത് ഏറ്റവും കൂടുതൽ ഫയറുള്ള വ്യക്തി നിങ്ങളായിട്ട് മാറണം. നിങ്ങൾ ടീമിനകത്ത് ഏറ്റവും കൂടുതൽ കമ്മിറ്റ്മെന്റ് ഉള്ള വ്യക്തി നിങ്ങളായിട്ട് മാറണം. നിങ്ങൾ ടീമിനകത്ത് ആരൊക്കെ എന്ത് ആക്ടിവിറ്റി ചെയ്താലും അതൊക്കെ അതിനേക്കാൾ കൂടുതൽ ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു ലീഡറായിട്ട് നിങ്ങൾ മാറണം. ലീഡർ എന്ന് പറഞ്ഞാൽ എന്താ, ലീഡ് യുവർ സെൽഫ് എന്നാ. നിങ്ങളെ ലീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ മാറണം. ടീമിന്റെ റോൾ മോഡൽ ആവണം, ടീമിന്റെ റോൾ മോഡൽ ആയിരിക്കണം, റോൾ പ്ലെയർ ആയിരിക്കണം, ഒരു ടീം പ്ലെയർ ആയിരിക്കണം, ടീമിന് വേണ്ടി വർക്ക് ചെയ്യണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ മുതൽ അങ്ങോട്ട് നിങ്ങൾ ടീമിനകത്ത് ഡിസ്ട്രിബ്യൂട്ടർ സ്റ്റേജിൽ കയറിയാൽ, ലീഡർ സ്റ്റേജിൽ കയറിയാൽ ഉടനെ ഫോട്ടോ എന്ത് ചെയ്യണം, അവരെ എന്തിനും പ്രോത്സാഹിപ്പിക്കണം. ഞാൻ പലപ്പോഴും പല ലീഡേഴ്സ് ഞാൻ ഓർമ്മിപ്പിക്കല, നമ്മൾ ടീം കയറുമ്പോ സ്പോട്ടിൽ എന്ത് ചെയ്യണം, അത് അപ്ലൈൻ കയറുമ്പോഴും നമ്മളെ കൂടെ വന്ന നമ്മൾ അസോസിയേറ്റ് കയറുമ്പോഴൊക്കെ ഒരു സ്റ്റേജിൽ കയറുകയാണെങ്കിൽ ഫോട്ടോ എടുത്ത് നല്ല രീതിയിൽ, നല്ല ആംഗിൾ, നല്ല രീതിയിൽ കിട്ടുന്ന രീതിയിൽ ഫോട്ടോ എടുത്തിടണം. ടീമിനെ എപ്പോഴും എന്ത് ചെയ്യണം, എൻകറേജ് ചെയ്യണം, ടീമിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണം, മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് എപ്പോഴും പറയും ഈ സൂര്യന്റെ ചൂട്, അതായത് ഒരു ലീഡർ എന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ടും നിങ്ങൾ ടീം പ്ലെയർ ആയി മാറുമ്പോ നമ്മളെ അസോസിയേറ്റും അല്ലെങ്കിൽ നമ്മളെ കൂടെയുള്ള ആളുകളൊക്കെ എന്ത് വേണം, നമ്മളുടെ ഇപ്പൊ ലീഡർ, ഇപ്പൊ
ഇപ്പൊ മനോജ് സാറ് എന്റെ മെന്ററും SBG ഫൗണ്ടർ എന്റെ എല്ലാമായിട്ട് എനിക്ക് വേണ്ട കറക്റ്റ് നിർദ്ദേശം തന്നെ മനോജ് സാറ് ആക്ച്വലി എന്ത് ചെയ്യാണ് ഈ ബിസിനസ്സിനകത്ത് ചിലപ്പോ എന്ത് ചെയ്യും, എന്നോട് നല്ല ദേഷ്യപ്പെടാറുണ്ട് ചില സമയങ്ങളിൽ. അപ്പൊ ഞാൻ പഠിച്ചത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ടീമിനകത്തുള്ള ആളുകൾ നിങ്ങൾ പഠിക്കേണ്ടതാ, നിങ്ങളെ ലീഡർ എന്ന് പറയുമ്പോ ഒരു ടീം കമ്മിറ്റ്മെന്റ് ലീഡർ കാണിക്കുമ്പോ, ഒരു ടീം കമ്മിറ്റ്മെന്റ് ലീഡർ നിങ്ങളോട് കാണിക്കുമ്പോ ചിലപ്പോ ചെറിയ ചൂടാവലോ ദേഷ്യപ്പെടലൊക്കെ ഉണ്ടാവാം. അതിനെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, നിങ്ങൾ അതിനെ വലിയ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയില്ലേ, അതായത് നമുക്കറിയാലോ, സൂര്യന്റെ ചൂടും സൂര്യന്റെ വെളിച്ചവും എന്ത് ചെയ്യാണ്, മറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്ധകാരമാണ്. ശരിയാണോ അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മൾ പറയില്ലേ, നമ്മുടെ രക്ഷിതാക്കളുടെ ചൂടും രക്ഷിതാക്കളും ഇല്ലെങ്കിൽ ആ അന്ധകാര എന്ന മാതിരി തന്നെയാണ്. അതിനെ നമ്മള് സൂര്യന്റെ ചൂടിനെയും സൂര്യന്റെ വെളിച്ചത്തെയും നമ്മൾ എന്ത് ചെയ്യാണ്, സഹിക്കാനും അതിനെ എന്ത് ചെയ്യാണ്, അതിനനുസരിച്ച് നമ്മൾ മാറാനും നമ്മൾ തയ്യാറായില്ലേ? അല്ലെങ്കിൽ അതുകൊണ്ടാണ് എന്ത് ചെയ്യും, നമ്മളിവിടെ നല്ല രീതിയിൽ ജീവിക്കുന്നത് എന്ന രീതി തന്നെയാണ്. ഒരു ലീഡറുടെ ചൂടും ഒരു ലീഡറുടെ ദേഷ്യവും ഒരു ലീഡറുടെ വെളിച്ചവും ഒക്കെ ഇല്ലാതായി കഴിഞ്ഞാൽ അന്ധകാരം എന്ന് പറയും. അപ്പൊ ഒരു ടീം കമ്മിറ്റ്മെന്റ് കാണിക്കുമ്പോൾ കുറച്ചൊക്കെ ചിലപ്പോൾ ചൂടായി എന്നൊക്കെ വരും. പക്ഷെ എന്നാലും നമ്മളെ സക്സസിന് വേണ്ടി അദ്ദേഹം എന്തൊക്കെ ചെയ്യുന്നു, നമ്മളെ സക്സസിന് വേണ്ടി ലീഡർ എന്തൊക്കെ ചെയ്യുന്നു, രണ്ടാമത് എന്ത് ചെയ്യാണ്, അങ്ങനെ ഒരു ചിന്ത ടീമിന് ഉണ്ടാവണം. ഒപ്പം ലീഡർക്ക് ടീമിലേക്ക് എന്ത് ചെയ്യണം, ലീഡർക്ക് ടീമിലും തന്നെ ഒരുപാട് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യാം, ഞാൻ എന്ത് ചെയ്യണം, അതുപോലെ എന്റെ ടീമിന് എന്തെല്ലാം വേണം എന്നുള്ള അപ്ഡേഷൻ എപ്പോഴും വേണം. ഒരു അപ്ഡേഷൻ ഇല്ലാതെ ഒരിക്കലും പറ്റില്ല. ടീമിന്റെ റോൾ മോഡൽ ആവുക എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും വേണം. ടീം പങ്ക്ച്വാലിറ്റി മുതൽ അങ്ങോട്ട് ടീമിനെടുക്കുന്ന വർക്ക് അങ്ങോട്ട് എല്ലാ കാര്യത്തിലും നമ്മൾ എന്ത് ചെയ്യണം, ഒരു റോൾ മോഡലാണ് വേണം. ടീമിനോട് കമ്മിറ്റ്മെന്റ് കാണിക്കണം. ടീമിൽ നിന്ന് എന്ത് കിട്ടും ചിന്തിക്കണം. പകരം ടീമിന് എന്ത് കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള ചിന്ത നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ മാത്രമാണ് ഈ ബിസിനസ്സിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല. അപ്പൊ ടീം കമ്മിറ്റ്മെന്റ് ഉള്ള വ്യക്തി നിങ്ങൾ ആവണം. എങ്ങനെ ചിന്തിക്കുക, എന്റെ ടീമിനകത്ത് ഒരുപാട് ലീഡേഴ്സ് വരണം, ഏറ്റവും കൂടുതൽ ലീഡേഴ്സ് എന്റെ ടീമിനകത്ത് ആവണം, ഏറ്റവും കൂടുതൽ ഇൻകം എന്റെ ടീമിനകത്ത് വരണം. എന്റെ ഓർഗനിലുള്ള ഒരുപാട് ആളുകൾക്ക് അവർ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ജീവിക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് എന്നിൽ നിന്നുണ്ടാവണം. അതുപോലെ തന്നെ ഞാൻ ടീമിന് വേണ്ടി എന്തെല്ലാം മാറ്റങ്ങൾ എനിക്ക് വേണം, ബുക്കുകൾ വായിക്കുക, പുതിയ ഇൻഫർമേഷൻസ് കൊടുക്കുക, പുതിയ നോളജ് കൊടുക്കുക, ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ദിവസം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് കമ്മിറ്റ്മെന്റ് ഫോർ എക്സലൻസ് ഇൻ ബിസിനസ് 10 അതായത് ഈ ഒരു 10 കാര്യങ്ങൾ, 10 കമ്മിറ്റ്മെന്റ്സ് നമുക്ക് എന്ത് വേണം, ഈ ബിസിനസ്സിനകത്ത് നമ്മൾക്ക് നിർബന്ധമായിട്ടും നമ്മൾ എന്ത് വേണം എക്സലൻസ്, അതായത് എക്സലൻസ് ഇൻ ബിസിനസ്, അതായത് 10 കമ്മിറ്റ്മെന്റ്സ് അത് എവരിഡേ എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യേണ്ട 10 കമ്മിറ്റ്മെന്റ്സ് ആണ് ഈ ഒരു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അതെന്ത് ചെയ്യണം, നമ്മള് ഫസ്റ്റ് എന്ത് ചെയ്യണം, നമ്മള് സീ ദ ഗുഡ്, അല്ലെ, നമ്മളെപ്പോഴും നല്ലതിനെ കാണണം. ഡിയർ ഫ്രണ്ട്സ്, നല്ലതിനെ കാണുക, അല്ലെ, സീ ദ ഗുഡ്. ഈ ബിസിനസ്സിനകത്ത് നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് തിങ്കിങ് വേണം. ചില ആളുകൾ ഇല്ലാത്തതിനെ കുറിച്ചും ദാരിദ്ര്യത്തെ കുറിച്ചും സംസാരം ഫുള്ള് ഇല്ലാത്തതിനെ കുറിച്ചാണ്. ഇല്ലാത്തതിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ 100% ഞാൻ പറയാം, നമുക്കൊന്നും ഉണ്ടാവില്ല. വേണ്ടതിനെ കുറിച്ച് സംസാരിക്കുക, ഉള്ളതിനെ കുറിച്ച്, നല്ലതിനെ കാണുക, ടീമിനകത്തുള്ള നല്ല നല്ല കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, നല്ലതിനെ കാണുക. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, നമുക്ക് റിസ്ക് ഏറ്റെടുക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക. റിസ്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ലേ, റിസ്ക് ഏറ്റെടുക്കാത്ത ഒരു വ്യക്തിക്ക് ഈ ബിസിനസ്സിനകത്ത് ഒരിക്കലും വിജയിക്കാൻ സാധിക്കില്ല. 100% എഴുതി വെച്ചു. റിസ്ക് ഏറ്റെടുക്കാൻ നിങ്ങൾ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾക്ക് ഈ ബിസിനസ്സിനകത്ത് വിജയിക്കാൻ സാധിക്കില്ല. റിസ്ക് ഏറ്റെടുക്കേണ്ടി വരും. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ ചോദിച്ചു കഴിഞ്ഞാല്, നമ്മള് ഒരു 500 കിലോ തലച്ചോറായിട്ട് ഇരിക്കുന്നവർക്ക് ആ റിസ്ക് അല്ല പറഞ്ഞത്. പകരം എന്താ ചെയ്യാ, നമ്മള് ബിസിനസ്സിനകത്ത് ചെറിയ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ആ വിഷയങ്ങളൊക്കെ നിങ്ങൾ ലീഡേഴ്സ് സിസ്റ്റത്തിനെ കൂട്ടി അത് ഏറ്റെടുക്കുക, റിസ്ക് ഏറ്റെടുക്കുക. എന്താ റിസ്ക് ഏറ്റെടുക്കുക? ഇപ്പൊ ഒരു പ്രോഗ്രാം വെക്കുന്നു, അത് നമ്മൾ ഒഴിഞ്ഞു മാറിയിട്ട് ടീമിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം, ആ റിസ്ക് ഏറ്റെടുക്കാതിരിക്കുകയാണ്. ലീഡർഷിപ്പ് ട്രെയിനിങ് കൊടുക്കുക, നമ്മൾ കുറച്ച് പഠിച്ചിട്ട് അവരെ പഠിക്കാൻ വേണ്ടി ഇരിക്കുക, അപ്പൊ പഠിക്കണ്ടേ, അത് റിസ്ക് ആണ്. നമ്മൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ, അതായത് നമ്മൾ റിസ്ക് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ ഈ ബിസിനസ്സിനകത്ത് നമ്മൾ ചിലപ്പോൾ അല്ലെങ്കിൽ നാളെ പതുക്കെ ഔട്ടാവും. കാരണം ഈ ബിസിനസ്സിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ ബിസിനസ് ലോകത്ത് ഒരു പ്രപഞ്ച സത്യമുണ്ട്, അല്ലെ, നമുക്ക് അർഹിക്കാത്ത എന്തെങ്കിലും വന്നു ചേർന്നാൽ നമ്മൾ അറിയാത്ത നമ്മളെ കഴിയുന്നത് ഡബിൾ ആയിട്ട് പോകുന്ന പറയാം. അപ്പൊ ആയതുകൊണ്ട് എന്ത് ചെയ്യാ, നിങ്ങൾ റിസ്ക് ഏറ്റെടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്മാർട്ട് വർക്കർ ആവുക. ഹാർഡ് വർക്കർ ഓക്കെ, സ്മാർട്ട് വർക്കർ ആവുക. ഫുൾ ടൈം നല്ല ആവേശത്തോടു കൂടി വർക്ക് ചെയ്യുന്ന ഒരു സ്മാർട്ട് വർക്കർ ആവുക. ആവേശം വേണം, എനർജി വേണം, അല്ലെ. അതായത് ഇപ്പൊ അതായത് എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ ജോലിയും എല്ലാ ദിവസവും ഒരുപോലെ ചെയ്യണം.
അതായത് സ്മാർട്ട് വർക്കാ. നമ്മളിപ്പോ ചില ആൾക്കാർ പറയും, വിളിക്കുമ്പോ എന്തെങ്കിലും കാര്യത്തിന് വിളിക്കുമ്പോ പറയും, അപ്പൊ ഞാന് ഇന്ന കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് അങ്ങനെ പല അങ്ങനെ ചില ആളുകൾ എന്ത് ചെയ്യും, ഒരു ജോലി ചെയ്യുമ്പോൾ തന്നെ ആൾ എന്ത് ചെയ്യും, ആകെ ടെൻഷനായി മാറും. അത് പാടില്ല. നമ്മൾ ഈ ബിസിനസ് ടീമിന്റെ എന്തെങ്കിലും വിഷയങ്ങൾ വരും, ടീമിനെ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ സംസാരിക്കേണ്ടി വരും. അതുപോലെ തന്നെ ടീമിനകത്ത് നമുക്ക് വരുന്ന പല, അതായത് ഒരേ സമയം ഒരുപോലെ അക്കൗണ്ട്സ് നോക്കേണ്ടി വരും അല്ലെ. നമ്മൾ ഈ ബിസിനസ്സിനാണ്, നമ്മൾ മാനേജറാണ്, സ്റ്റാഫാണ്, അക്കൗണ്ടർ ആണ്, അതുപോലെ തന്നെ നമ്മളെ ബിസിനസിന്റെ PR ആണ്, അതുപോലെ തന്നെ നമ്മുടെ ബിസിനസിന്റെ നമ്മളെ എല്ലാ കാര്യങ്ങളും അല്ലെ, നമ്മളെ ബിസിനസിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആയതുകൊണ്ട് നിങ്ങൾ ഒരേ സമയം ഒരുപാട് ജോലികൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഒരു സ്ഥലത്ത് നെഗറ്റീവ് കേട്ടുണ്ടാവും, നമ്മുടെ മനസ്സിൽ ഡെസ്പായി ഉണ്ടാവും, പക്ഷെ ഇപ്പോഴത്തെ പോസിറ്റീവ് ഡയലോഗ് നമ്മൾ പറയേണ്ടി വരും. ക്ലിയർ? അത് രണ്ടിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. ക്ലിയർ? അങ്ങനെ നമ്മുടെ മൈൻഡിനെ പാകപ്പെടുത്തി എടുക്കണം. അതിനാണ് എന്ത് ചെയ്യണം, നമ്മൾക്ക് വർക്ക് ഒരു സ്മാർട്ട് വർക്കർ ആവുകണം. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യാം. എന്താണ് എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാല്, അതായത് നിങ്ങൾ അടുത്ത ഗോള്, അടുത്ത ലക്ഷ്യം, അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനെ എക്സ്പാൻഡ്, മൈൻഡിനെ എക്സ്പാൻഡ് ചെയ്യുക, ലക്ഷ്യത്തെ എക്സ്പാൻഡ് ചെയ്യുക, വർക്ക് എക്സ്പാൻഡ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഏരിയ എക്സ്പാൻഡ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റി എക്സ്പാൻഡ് ചെയ്യുക. നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യണം. നിങ്ങൾക്ക് മാറ്റം വേണം. ഓരോ ദിവസവും നിങ്ങൾ മാറ്റം വേണം. മൂക്കും തോറും കരിക്കാവെന്ന് പറയില്ല, അങ്ങനെ ആവരുത്. ടീം വലുതാവും തോറും നമ്മളൊന്നും അല്ലാതെ ആവരുത്. നമ്മൾ വലുതാവുന്നതിനനുസരിച്ചാണ് നമ്മൾ ടീം വലുതാവുക. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് നമ്മൾ എത്ര കണ്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു, നമ്മുടെ ഏരിയ എക്സ്പാൻഡ് ചെയ്യുക, നമ്മുടെ ലക്ഷ്യങ്ങൾ വലുതായി എക്സ്പാൻഡ് ചെയ്യുക, എക്സ്പാൻഡ് യുവർ ഗോൾസ് എക്സ്പാൻഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി എക്സ്പാൻഡ് ചെയ്യുക. പേഴ്സണാലിറ്റിക്ക് അകത്ത് എല്ലാവരും സംസാര രീതി, ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ, ബോഡി ലാംഗ്വേജ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരും. ഇതിനൊക്കെ എക്സ്പാൻഡ് ചെയ്യുക. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഒരു മനുഷ്യനെ എത്രത്തോളം വളരാൻ സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആണ്. ഒരാൾക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് എത്രത്തോളം വളരാൻ പറ്റും എന്നുള്ളത്. അത്രയും വലിയൊരു സംഭവമാണ് ഞാനും നിങ്ങളൊക്കെ. നമ്മളൊക്കെ ഒരു വലിയ പ്രസ്ഥാനം, ഒരു സംഭവമാണ്. നമ്മൾ എത്രത്തോളം നമുക്ക് വളരാൻ സാധിക്കുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മനുഷ്യന്റെ വളർച്ചയെ പ്രെഡിക്റ്റ് ചെയ്യാൻ ഇന്ന് വരെ സാധിച്ചിട്ടില്ല. അളവുകോലില്ല അതിന്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വളരാൻ, നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുക. ഓരോ ദിവസവും നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ മൈൻഡ് സെറ്റ്, നിങ്ങളുടെ ഗോൾ, നിങ്ങളുടെ ഏരിയ, അതുപോലെ തന്നെ ബിസിനസ്സിനകത്ത് നിങ്ങളുടെ ആഗ്രഹം, ഇതിനൊക്കെ ഓരോ ദിവസം എക്സ്പാൻഡ് ചെയ്യുക. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ദിവസം നമ്മളെ ഹൈലി കോൺഫിഡന്റ് ഉള്ള ഒരു വ്യക്തിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറാൻ പറ്റും. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, നമുക്ക് കൺസിസ്റ്റൻസി, അതായത് കൺസിസ്റ്റന്റ് ആയിരിക്കുക. പലപ്പോഴും എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, കൺസിസ്റ്റൻസി ആണ് ഈ ബിസിനസ്സിനകത്ത് പലപ്പോഴും ആളുകൾ പരാജയപ്പെടുന്നത്. കൺസിസ്റ്റൻസി, അതായത് കൺസിസ്റ്റന്റ് ആയിരിക്കണം നിങ്ങൾ ബിസിനസ്സിനകത്ത്. ഈ കൺസിസ്റ്റൻസി, സ്ഥിരത ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കില്ല. ചില ആൾക്കാർ ഇന്ന് രാവിലെ ഒരു മൂഡ്, ഇന്നിപ്പോ ബുധനാഴ്ചയാണ്, ഇന്ന് 2 ടൈപ്പ് ആൾക്കാരുണ്ടാവും. ഒന്ന് ഭയങ്കര ഹൈലി ചാർജ് ആയ ആൾക്കാർ, മറ്റൊന്ന് ആറ്റുപോയ ആൾക്കാർ. അത് ഇന്ന് ഇൻകം വരുന്ന ദിവസമാണ്. ചില ആൾക്കാർ ഫുൾ ചാർജ്, നമ്മളൊക്കെ ഫുൾ ചാർജ് ആവുന്നു, അല്ല എന്നും ചാർജ് തന്നെ, ഇന്ന് ഡബിൾ ചാർജ് ആവും. ക്ലിയർ? എന്നാൽ ചില ആൾക്കാർ ഇൻകം വന്നില്ലെങ്കിൽ കൺസിസ്റ്റന്റ് സ്ഥിരത, വർക്കിനെ സ്ഥിരത നഷ്ടപ്പെടും. നാളെ മീറ്റിംഗ്, ഞാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചില ആൾക്കാരാണ്. ചില ആൾക്കാർ രാവിലെ ഒരു ചാർജാണ്, ഉച്ചയ്ക്ക് ഒരു ചാർജാണ്, രാത്രി എന്ത് ചെയ്യും, വേറൊരു ചാർജ്. അത് പാടില്ല. കൺസിസ്റ്റൻസി നമുക്ക് നിർബന്ധമാണ്. ഈ ബിസിനസ്സിനകത്ത് നമുക്ക് വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് വേണം, കൺസിസ്റ്റൻസി വേണം. കൺസിസ്റ്റൻസി ഇല്ലാത്ത ഒരാൾക്ക് ഈ ബിസിനസ്സിനകത്ത് ഒരിക്കലും വിജയിക്കാൻ സാധിക്കില്ല. കൺസിസ്റ്റൻസി ഒരു വലിയ ഘടകം തന്നെയാണ്. കൺസിസ്റ്റൻസി എന്ന് പറയും. അത് നമ്മൾ കൺസിസ്റ്റൻസി സീസണബിൾ ആവരുത്. അതായത് സീസണബിൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സാഹചര്യങ്ങൾ, സിറ്റുവേഷൻ അനുസരിച്ച് ഒരിക്കലും എന്ത് ചെയ്ത് നമ്മളെ പ്രവൃത്തിയെയോ അല്ലെങ്കിൽ നമ്മുടെ ഹാർഡ് വർക്കിനെയോ തിരിക്കരുത്. എപ്പോഴും നമ്മൾ എന്ത് വേണം, നമ്മള് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ നമ്മൾ സാധിക്കണം. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും അതൊരു വലിയ ഘടകമാണ് കൺസിസ്റ്റൻസി എന്ന് പറയും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് നമുക്ക് ഈ ബിസിനസ്സിനകത്തുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പാഷനേറ്റ് എന്ന് പറയും. ബി പാഷനേറ്റ് ആയിരിക്കുക. അതായത് പാഷൻ ഇല്ലാത്തൊരു വ്യക്തിക്ക് ഈ ബിസിനസ്സിനകത്ത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പാഷനേറ്റ് ആയിരിക്കുക എന്ന് പറയും. അപ്പൊ നിങ്ങൾ എന്ത് വേണം, പാഷനേറ്റ് ആയിരിക്കണം. അതായത് ഇഷ്ടപ്പെട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ട് ചെയ്തു കഴിഞ്ഞാൽ ഈ ബിസിനസ്സിനകത്ത് നമുക്ക് വലിയ ലക്ഷ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേടാൻ സാധിക്കും. ഇഷ്ടപ്പെട്ട് ചെയ്യണം. പലപ്പോഴും ഈ ബിസിനസ്സിനകത്ത് ആളുകൾ ഇഷ്ടപ്പെട്ടിട്ടാണോ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും പറയും, ഇഷ്ടപ്പെട്ടല്ല പലപ്പോഴും ആളുകൾ ചെയ്യുന്നത്. ഈ ബിസിനസ്സിനെ ആദ്യം നമ്മളൊരു മോട്ടിവേഷന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ആദ്യം നമ്മൾ ഈ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്യും. എങ്ങനെയൊക്കെ നമ്മൾ ജോയിൻ ചെയ്യും അല്ലെ. അതായത് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രോഗ്രാമിന് പോയി, ആ പ്രോഗ്രാമിന് പോയതിനു ശേഷം അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ കണ്ടു. കണ്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു ആവേശം കൊണ്ട്
തുടങ്ങി. പക്ഷെ പലപ്പോഴും ആളുകൾ പിന്നെ ചെയ്യുന്നത് എന്താണ്, പിന്നെ പതുക്കെ പതുക്കെ എന്ത് ചെയ്യാം, നമ്മുടെ ഇഷ്ടങ്ങൾ നഷ്ടപ്പെടുക. അപ്പൊ അങ്ങനെ ആവരുത്. ഇഷ്ടപ്പെട്ട് ചെയ്തു കഴിഞ്ഞാൽ കഷ്ടപ്പെടാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇഷ്ടപ്പെട്ട് ബിസിനസ് ചെയ്താൽ കഷ്ടപ്പാട് നമുക്കൊരു ബുദ്ധിമുട്ടാവില്ല. ആ കഷ്ടപ്പാട് ഇഷ്ടപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ബിസിനസ്സിനകത്ത് വലിയ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ ഇഷ്ടപ്പെടുക, കഷ്ടപ്പെടുക, അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, ഈ ബിസിനസ്സിനകത്ത് നമുക്ക് രക്ഷപ്പെടാൻ തീർച്ചയായിട്ടും സാധിക്കും. അപ്പൊ ഇഷ്ടപ്പെട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ബിസിനസ് ചെയ്യുക. ഇതിനെ ഒരു പാഷൻ, നിങ്ങൾ ബി പാഷനേറ്റ് അത് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബിസിനസ്സിൽ വലിയ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, നമുക്ക് നിങ്ങളൊരു സെൽഫ് റെസ്പെക്ട് നിങ്ങൾക്ക് വേണം. അതായത് ഒരു സെൽഫ് ഇമേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ട് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ അത് ഇല്ലെങ്കിൽ ഒരു സെൽഫ് ഇമേജ് ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സെൽഫ് റെസ്പെക്ട് നമുക്കില്ലെങ്കിൽ ഈ ബിസിനസ്സിനകത്ത് നമുക്ക് ഒരു കാരണവശാലും നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ സെൽഫ് റെസ്പെക്ട് ഇല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ചെയ്താലും നമ്മളെ എന്ത് ചെയ്യുക, മറ്റുള്ളവർ നമ്മളെ കളിയാക്കുകയാണെന്നൊക്കെ തോന്നും. ഒരു നമുക്ക് നമ്മളോട് തന്നെ അഭിമാനം ഇല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ കളിയാക്കുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു സെൽഫ് റെസ്പെക്ട് ഈ ബിസിനസ്സിനകത്ത് എന്ത് വേണം, നിങ്ങൾക്ക് വേണം. അതുപോലെ തന്നെയാണ് പ്രധാനപ്പെട്ട കീപ് തിങ്സ് ഇൻ ബാലൻസ്. അതായത് നിങ്ങൾ എല്ലാവരുടെയും കഴിവുകൾ നിങ്ങൾ ഉപയോഗിക്കാൻ പഠിക്കണം. എല്ലാവരുടെ കഴിവുകൾ ഉപയോഗിക്കാൻ പഠിക്കണം. അതൊരു പ്രധാനപ്പെട്ട ഘടകം. എല്ലാവരുടെ കഴിവുകൾ അതെങ്ങനെ, എല്ലാവരുടെ കഴിവ് ഉപയോഗിക്കാൻ പഠിക്കണം. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇത് പെരുമാറാനും നമ്മൾ പഠിക്കണം. ക്ലിയർ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, മറ്റുള്ളവരുടെ എല്ലാവരുടെ കഴിവുകളും ഉപയോഗിക്കാൻ നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം, ഉപയോഗിക്കുക, എല്ലാവരും കഴിവ് ഉപയോഗിക്കുക. ഇപ്പൊ എന്നേക്കാൾ കഴിവുള്ള ഒരു വ്യക്തി ഈ ബിസിനസ്സിനകത്ത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങനെ ചെയ്യും. അയാളുടെ അടുത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ആ പഠിക്കുന്നതിന് വേണ്ടി ഞാൻ എന്റെ സമയവും അതുപോലെ തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ കഴിവുകളിൽ നിന്ന് എനിക്ക് എന്തെല്ലാം പഠിക്കാൻ പറ്റുമോ, എന്തെല്ലാം മാറ്റങ്ങൾ എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ, അത് അപ്ലൈനോ ഡൗൺലൈനോ ഒന്നും നമ്മൾ നോക്കാതെ നമ്മൾ എന്ത് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് വേണം, മറ്റുള്ളവരുടെ എല്ലാവരുടെയും കഴിവുകൾ നമുക്ക് ഉപയോഗിക്കണം. എല്ലാവരുടെ കഴിവുകൾ നമ്മൾ ഉപയോഗിക്കാൻ തീർച്ചയായിട്ടും പഠിക്കണം. അതുപോലെ തന്നെ നർച്ചർ റിലേഷൻഷിപ്പ്, അതായത് വലിയ ഘടകമാണ്. നല്ലൊരു ബന്ധം നിങ്ങൾ അപ്ലൈനായിട്ടും നിങ്ങളുടെ കൂടെ ഉള്ള ആളുകളായിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. അതില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ബിസിനസ്സിനകത്ത് നിങ്ങൾ അനുഭവിക്കും. അതായത് നിങ്ങളുടെ അപ്ലൈനായിട്ടും പലപ്പോഴും അപ്ലൈനായിട്ടാണോ നിങ്ങളുടെ കൂടെ ഡൗൺലൈൻ, നിങ്ങളുടെ കൊളീഗ്സ്, നിങ്ങളുടെ പാർട്ട്നേഴ്സ് ആയിട്ടാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് എപ്പോഴും ഒന്ന് മുന്നിൽ നിൽക്കേണ്ടത് നിങ്ങൾ അപ്ലൈനായിട്ടാണ്. അപ്ലൈനായിട്ട് നല്ല റിലേഷൻഷിപ്പ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. സിസ്റ്റത്തിനകത്തുള്ള സക്സസ്ബറി ഗ്ലോബലിനകത്ത് സിസ്റ്റത്തിനകത്ത് പ്രവർത്തിക്കുന്ന, സിസ്റ്റത്തിലുള്ള നല്ല അപ്ലൈനായിട്ട് നിങ്ങളുടെ സക്സസ്, നിങ്ങൾ വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ അപ്ലൈനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നിങ്ങൾ നല്ല ബന്ധം സ്ഥാപിക്കണം. നിങ്ങളെ താഴെയുള്ള ഡൗൺലൈൻ ചിലപ്പോൾ നാളെ ഉണ്ടായിക്കോണമെന്നില്ല, പക്ഷെ അപ്ലൈൻ എപ്പോഴും ഉണ്ടാവും. നിങ്ങളെ വിജയിപ്പിക്കാൻ എപ്പോഴും അപ്ലൈൻ എപ്പോഴും കൂടെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങൾ അപ്ലൈനായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം. ചില ആൾക്കാർ കാണാൻ അപ്ലൈനെ കുറ്റം പറയും താഴെ ഡൗൺലൈനിൽ. അത് ഭയങ്കര നഷ്ടം നിങ്ങൾക്ക് ഉണ്ടാക്കും. ഒരു കാരണവശാലും നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത്. നിങ്ങളുടെ അപ്ലൈനെ നിങ്ങൾ എന്ത് ചെയ്യണം, ദൈവതുല്യം കാണണം. അപ്ലൈനെ സ്നേഹിക്കണം. ഞാൻ പറയില്ലേ, അപ്ലൈനെ നിങ്ങൾ എന്ന് രാവിലെ നിങ്ങൾ എന്ത് വേണം, നിങ്ങള് രാവിലെ നിങ്ങൾ അപ്ലൈനെ അങ്ങോട്ട് വിളിക്കണം. എത്ര പേര് നിങ്ങൾ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്? പലപ്പോഴും എന്താ ചിന്തിക്കുന്നത്, അപ്ലൈൻ എന്നെ വിളിക്കട്ടെ, കാരണം ഞാൻ വർക്ക് ചെയ്താൽ അപ്ലൈന് കിട്ടുമല്ലോ, അതുകൊണ്ട് അപ്ലൈൻ എന്ത് ചെയ്യണ്ട, എന്നെ വിളിക്കട്ടെ. ഇതൊക്കെയാണ് ചില ആളുകൾ പറയുന്നത്. അതൊക്കെ എന്തൊരു വിഡ്ഢിത്തരമാണ്. അത് ഒരിക്കലും അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ എന്ത് വേണം, നമ്മുടെ അപ്ലൈനെ നമ്മൾ എന്ത് വേണം, വിളിക്കണം. അപ്ലൈനെ വിളിക്കണം നമ്മൾ. തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, അങ്ങനെയാണെങ്കിലേ നമുക്ക് ഈ ബിസിനസ്സിനകത്ത് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അപ്ലൈൻസ് ആയിട്ട് നിങ്ങൾ നല്ല ബന്ധം ഉണ്ടാക്കുക. കൂടെ ടീമായിട്ട് നിങ്ങൾ താഴെ ആളുകളെ കെട്ട ബന്ധം ഉണ്ടാക്കുക. നമ്മൾ ഒരു മോഡൽ കാണിച്ചു കൊടുക്കുക. അപ്ലൈനെ വിളിക്കുക, പ്ലാൻ ചെയ്യുക, അപ്ലൈനെ കൂടെ ഇരിക്കുക, നിങ്ങളെ മെന്ററെ കൂടെ ഇരിക്കുക. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ടി വിയിൽ ഒരു കാര്യം ചെയ്യണം. അപ്പൊ നിങ്ങൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഫോൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ അപ്ലൈൻ ഒന്നിൽ കൂടുതൽ തവണ വിളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അപ്പൊ നിങ്ങൾ ഡൗൺലൈൻ നിങ്ങൾ കൂടെ ആക്കാൻ വേണ്ട, അതിന്റെ അപ്ലൈൻ വിളിക്കുന്നത് 2 തവണയായി, എനിക്ക് അത് എടുക്കണം, എന്താ എമർജൻസി ഉണ്ടെന്ന് വിളിക്കണം. അപ്പൊ നിങ്ങൾ അതൊക്കെ അപ്ലൈന് താഴെ കൊടുക്കുന്ന എന്താണ് ഒരു എഡിഫിക്കേഷനാണ്. അങ്ങനെ നിങ്ങൾ എന്ത് വേണം, അപ്ലയൻസ് ആയിട്ട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്ലയൻസിനെ നിങ്ങൾ എന്ത് ചെയ്യുക, റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക. അപ്ലൈനും ഡൗൺലൈനും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, സക്സസ്ബറി, അതുപോലെ തന്നെ സിസ്റ്റമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇതൊക്കെ ബിൽഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിജയിക്കാൻ എന്ത് ചെയ്യുള്ളൂ, സാധിക്കുള്ളൂ. അതുപോലെ തന്നെ സീക്ക് ഫീഡ്ബാക്ക് എന്ന് പറയും. എന്താ സീക്ക് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ അവലോകനം ചെയ്യുക. അതായത് മറ്റുള്ളവരിൽ നിന്നും ഫീഡ്ബാക്ക് എടുക്കണം. അതുപോലെ തന്നെ മറ്റൊരാൾ എന്ത് ചെയ്യാ തരുന്ന സമയത്ത്, അതായത് മറ്റൊരാള് നമ്മളെ എപ്പോഴും ഫീഡ്ബാക്ക് വലിയ ഘടകമാണ് നമ്മളെ ബിസിനസ്സിനകത്ത്. ഓക്കെ, അതായത്
മറ്റൊരാൾ നമ്മളെ കുറിച്ച് എന്തെങ്കിലും നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറ്റപ്പെടുത്തലായിട്ട് കാണാതെ അത് നമ്മളെ മാറാൻ എന്ത് ചെയ്യാൻ, നമ്മളെ ഡെവലപ്പ് ചെയ്യാൻ അത് സാധിക്കുമെന്ന ചിന്തയോട് കൂടി കാണണം. ഇപ്പൊ എന്നെ കുറിച്ച് നിഷാന്ത് നീ അത് പറഞ്ഞില്ല, അന്ന് പറഞ്ഞില്ല, അത് അങ്ങനെയല്ല, അത് ഇങ്ങനെ പറഞ്ഞാൽ അത് എന്ത് ചെയ്യാണ്, അത് ഞാൻ കുറ്റപ്പെടുത്തലായിട്ട് കാണൂല, പകരം എന്ത് ചെയ്യാണ്, അത് എനിക്ക് വളരാനുള്ളൊരു കാര്യമായിട്ട് ഞാൻ കാണുള്ളൂ. അതല്ലെങ്കിൽ എന്ത് ചെയ്യാണ് നിഷാന്ത്, അന്ന് നീ അല്ലെങ്കിൽ പറയാ നിഷാന്ത് നീ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് സന്തോഷമുള്ളൂ. ഞാൻ അത് എനിക്ക് വളരാനുള്ള ഒരു ഉപാധിയായിട്ടേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, കാണുകയുള്ളൂ. അതൊരു വലിയ ഘടകം. അങ്ങനെ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നിങ്ങൾ അത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, കിടക്കണം. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കമ്മിറ്റ്മെന്റ്സ് വലിയ ഘടകം. എന്തിനാണ് കമ്മിറ്റ്മെന്റ്സ്? ബുക്സ് അല്ലെ, ബുക്ക് വായിക്കുക, ബുക്ക് ടൈപ്സ്, ഫങ്ഷൻസ്, പ്രോഡക്ട്സ്, അതൊക്കെ വലിയ ഘടകമാണ്. നിങ്ങൾ ബുക്കുകൾ വായിക്കുക. ബുക്കുകൾ വായിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ബിസിനസ്സിനകത്ത് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കില്ല. ഒരു ബിസിനസ് കമ്മിറ്റ്മെന്റ്, അതായത് നമുക്കറിയാൻ പറ്റുന്ന, അതായത് നിങ്ങൾ ഒരിക്കലും പരാജയപ്പെടില്ല ഈ ബിസിനസ്സിൽ, അത് നിർത്തിപ്പോവാം, പരാജയപ്പെടില്ല. അതാണ് ഇതിന്റെ വലിയ പ്രത്യേകത. ഇതിൽ നിങ്ങൾക്ക് പരാജയപ്പെടാൻ സാധിക്കില്ല, പക്ഷെ നിർത്തിപ്പോവാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? ഈ ഒരു ബിസിനസ് കമ്മിറ്റ്മെന്റ് നിങ്ങൾ കാണിക്കാത്തതുകൊണ്ടാണ്. ബുക്ക് വായിക്കൂല, അല്ലെങ്കിൽ ടൈപ്സോ ഫങ്ഷൻസോ പ്രോഗ്രാമിന് വരില്ല. പ്രോഗ്രാമിനൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കയ്യും കാലും പിടിക്കണം. എന്നിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, സാറേ ഞാൻ വന്നില്ലേ, വലിയ സംഭവമായി, കാരണം എന്താ, വന്നല്ലോ. ചില ആൾക്കാർ അങ്ങനെയാണ്, ഞാൻ വന്നില്ലേ എന്നൊക്കെ ചോദിക്കും. തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, അതൊരിക്കലും ശരിയല്ല. നിങ്ങൾ നിങ്ങളോട് ഒരു ബിസിനസ് കമ്മിറ്റ്മെന്റ് എന്ത് ചെയ്യണം, കാണിക്കണം. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാണ്, സക്സസോ ഫെയിലിയറോ എന്ത് ചെയ്യാണ്, SBGയിൽ പരാജയമില്ല. നിർത്തിപ്പോവാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ, പക്ഷെ നിർത്തിപ്പോകുന്ന വ്യക്തിക്ക് ജീവിതത്തിൽ പരാജയപ്പെടും, ഒന്നും സാധിക്കില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ബിസിനസ് കമ്മിറ്റ്മെന്റ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, കാണിക്കണം. അതുപോലെ തന്നെയാണ് നമുക്കറിയാം നമ്മളെ 5 കമ്മിറ്റ്മെന്റ്സ് അല്ലെ. അതായത് ഷെയർ ഓൾ പ്രൊഡക്ട്സ്, അതായത് യൂസ് ചെയ്യുക, ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, ഷെയർ ചെയ്യുക, വലിയ ഘടകമാണ്. പല ആളുകളും എന്താ വെച്ചാൽ, അതായത് സക്സസ്ഫുൾ ആയ ആളുകൾ, അതായത് വിജയിച്ച ആളുകൾ, സക്സസ്ഫുൾ ആയ ആളുകൾ എന്താണ്, മൈലേജ് ബിസിനസ് അല്ല ചെയ്യുന്നത്. പലപ്പോഴും ആളുകൾ എന്താ ചെയ്യുന്നത്, വിജയിച്ച ആൾക്കാർ അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്, ആൾക്കാർ ഞാൻ മൈലേജ് ബിസിനസ് ആണ് ചെയ്യുന്നത്. ഡിയർ ഫ്രണ്ട്സ്, മൈലേജ് ബിസിനസ് പ്രവീൺ ചന്ദാണ് ചെയ്യുന്നത്, പ്രവീൺ ചന്ദ് സാറാണ് ചെയ്യുന്നത്. നമ്മൾ എന്താണ്, ഐ ആം ഡൂയിങ് മൈ ഓൺ ബിസിനസ് ഡീലിംഗ് വിത്ത് മൈ ലൈഫ് സ്റ്റൈൽ പ്രോഡക്ട്സ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ സ്വന്തം ബിസിനസ് ചെയ്യുന്നു, നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്ത് ചെയ്യാണ്, നമ്മളുടെ മൈ ലൈഫ് പ്രൊഡക്റ്റുകളാണ്. അങ്ങനെയല്ലേ? ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ഷോപ്പ് തുടങ്ങിയാൽ, ഞാൻ ഷോപ്പ് തുടങ്ങുന്നു, ഡീൽ ചെയ്യുന്ന ഇന്ന പ്രൊഡക്റ്റുകളാണ്, അങ്ങനെയല്ലേ പറയാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മള് സ്വന്തം ബിസിനസ് ചെയ്യുന്നു, ഡീൽ ചെയ്യുന്നത് മൈ ലൈഫ് പ്രോഡക്ട്സ്. അപ്പൊ അങ്ങനെ ഒരു ചിന്ത നിങ്ങൾക്ക് വേണം. ക്ലിയർ? അപ്പൊ അതുകൊണ്ട് എന്താണ്, നമ്മളെ എല്ലാ ഉൽപ്പന്നങ്ങളും നിങ്ങൾ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം, ഷെയർ ചെയ്യണം. ഉപയോഗിക്കാൻ നിങ്ങൾക്ക് വിൽക്കാൻ സാധിക്കില്ല, നല്ല രീതിയിൽ വിൽക്കണം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉപയോഗിക്കുക തന്നെ വേണം. പ്രോഡക്റ്റുകൾ നിങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ബുക്കുകൾ വായിക്കുക. ബുക്ക് എല്ലാ ദിവസവും ബുക്കുകൾ വായിക്കുക നിർബന്ധമാണ്. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങള് ബുക്സ്, വീഡിയോസ്, അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് ഈ 5 കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈൻ, അതുപോലെ തന്നെ അപ്ലൈൻ കണക്ടിവിറ്റി, എല്ലാ ദിവസവും നിങ്ങൾ അപ്ലൈനായിട്ട് വിളിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ അപ്ലൈൻ ഇങ്ങോട്ട്, ചില ആൾക്ക് അപ്ലൈൻ ഇങ്ങോട്ട് വിളിക്കട്ടെ, കാരണം എന്താണ്, അയാൾക്ക് എന്റെ അടുത്ത് വരുമാനം വരില്ല, അങ്ങനത്തെ ചിന്തകളൊന്നും പാടില്ല. അപ്ലൈൻ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, 100% കമ്മിറ്റ്മെന്റ് വേണം. രണ്ടാമത് എന്ത് വേണം, നിങ്ങൾ അപ്ലൈൻ ആയിട്ട് 100% സബ്മിറ്റ് ചെയ്യണം. സബ്മിഷൻ, അപ്ലൈനിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ലൈനിൽ അടിയർ പറയണം. അപ്ലൈനിൽ സബ്മിറ്റ് ചെയ്യണം, അടിയർ നിങ്ങൾ എന്ത് പറയണം അല്ലെ. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, കൺവീനിയന്റ് ആൻഡ് കമ്മിറ്റ്മെന്റ്. എന്താ കൺവീനിയന്റ് ആൻഡ് കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാല്, കൺവീനിയന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒഴിവുള്ള സമയത്തിലെ ഒഴിവുള്ള സമയത്ത് ചെയ്ത് നോക്കാം അല്ലെ. മീറ്റിങ്ങിനോ NDOക്കോ പ്രൊഡക്റ്റ് സെയിലിനോ പ്രൊഡക്റ്റ് ഉപയോഗിക്കാനോ ചില ആൾക്കാരെ പറയില്ല, എനിക്ക് ഒഴിവുണ്ടാവും, നോക്കട്ടെ, ഒഴിവുള്ള സമയത്ത് വേണമെങ്കിൽ നോക്കാം, അത് കൺവീനിയന്റ് ആണ് അല്ലെ. അങ്ങനത്തെ ആളുകൾക്ക് ഈ ബിസിനസ്സിനാണ്, നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് ബിസിനസ് ചെയ്യാൻ ശ്രമിച്ചാൽ ഉറപ്പായിട്ട് ഞാൻ പറയാം നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കില്ല. ഉറപ്പായിട്ട് ഞാൻ പറയാം നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കില്ല. കമ്മിറ്റ്മെന്റ് ആണ്. അതായത് എന്ത് പ്രോബ്ലം വന്നാലും എന്ത് തന്നെ വന്നാലും ഞാൻ ചെയ്തിരിക്കും, ഞാൻ മീറ്റിംഗിന് എത്തിയിരിക്കും, അതാണ് കമ്മിറ്റ്മെന്റ്. ആ കമ്മിറ്റ്മെന്റ് കാണിക്കുന്ന വ്യക്തിക്കാണ് ഈ ബിസിനസ്സിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുക, വിജയിക്കാൻ പറ്റുള്ളൂ. കമ്മിറ്റ്മെന്റ് വലിയ ഘടക. മൈ സെൽഫ്, മൈ ലൈഫ്, മൈ ബിസിനസ്, മൈ ഫാമിലി, മൈ സൊസൈറ്റി, മൈ പാരന്റ്സ്, മൈ ചിൽഡ്രൻ, ഇതിലൊക്കെ കമ്മിറ്റ്മെന്റ്. ഈ കമ്മിറ്റ്മെന്റ് ഉള്ള വ്യക്തിക്ക് അയാൾ കൺവീനിയന്റ് ആവില്ല, അയാൾ കമ്മിറ്റ്മെന്റ് ഉണ്ടാവും ഈ ബിസിനസിനോട്. പലപ്പോഴും ചില ആൾക്കാരൊക്കെ എല്ലാം കഴിഞ്ഞ് കല്യാണവും കളവാണും അതിന്റെ കുടിയിരിക്കലും അതിന്റെ ആ വീട്ടുകാർ തന്നെ നമ്മളെ ശരിക്കും എന്താ വെച്ചാൽ വിളിക്കേണ്ട വിളിച്ചതാവും. പക്ഷെ നമ്മൾ അത് കംപ്ലീറ്റ് ആയിട്ട് എടുക്കും. കല്യാണം, കളവാണം, കുടിയിരിക്കല്, അത് ഇത് സൽക്കാരം എല്ലാം കഴിഞ്ഞ് സത്യമാണ് നമുക്കൊരു നിലവിലില്ലേ, ഒരു പരിധിയൊക്കെ അറ്റൻഡ് ചെയ്യണേന്.
ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒന്നുമില്ലാന്ന് ഉറപ്പ് വരുന്നതിന് ശേഷം എന്ത് ചെയ്യാണ് ഈ ബിസിനസ് ചെയ്യാൻ വരുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് അവർക്കും വേണം ബെൻസ് കാറ്, അവർക്കും വേണം 5000 സ്ക്വയർ ഫീറ്റ് വീട്, അവർക്കും വേണം വലിയ സക്സസ്. അതൊക്കെ നടക്കുമോ ഡിയർ ഫ്രണ്ട്സ്? ഒരു കാരണവശാലും അതൊന്നും നടക്കില്ല. നമ്മള് ഇത് നമുക്ക് ദൈവം എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അത് തരാൻ, അത് വാങ്ങാൻ, അത് കിട്ടാൻ അതിന് അർഹനാണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ദൈവത്തിനാണ് ബോധ്യപ്പെടുത്തണം. അതിന് നമ്മൾ കമ്മിറ്റ്മെന്റ് കാണിക്കണം. എല്ലാം കൂടി കിട്ടില്ല, എല്ലാം കൂടി നമുക്ക് ഒരു കാരണവശാലും കിട്ടില്ല. നിങ്ങൾ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടല്ല. ഇപ്പൊ എന്നോടൊരു എന്റെ ടീമിനകത്ത് ഞാൻ കണ്ണിൽ കണ്ട കാര്യമാണ്. ഞാൻ ഒരാൾക്ക് പ്ലാൻ കൊടുത്തു, അയാൾ ബിസിനസ്സിലേക്ക് ജോയിൻ ചെയ്തു, നല്ല ബിസിനസ് വിജയിക്കാൻ സാധ്യതയുള്ള വ്യക്തിയാണ്. ആള് ഞാൻ പറഞ്ഞു നിങ്ങൾ രാവിലെ 8 മണിക്ക് 9 മണിയാകുമ്പോഴേക്ക് നിങ്ങൾ ഇറങ്ങണം, ബിസിനസ് ലേഡിയാണ്, 9 മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞു. പറ്റില്ല എന്ന് പറഞ്ഞു. ഒരു ഫാമിലിയാണ്, ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അതിൽ ഹസ്ബൻഡ് ഒരാണാണ്. അദ്ദേഹത്തിന് എന്ത് ചെയ്യാണ്, ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. 9 മണിക്കൊക്കെ ഇറങ്ങാൻ ഇങ്ങനെ ഇഷാന്തെന്ന് പറഞ്ഞു. ഇപ്പൊ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഒരു ഷോപ്പ് തുടങ്ങി. ഇപ്പൊ രാവിലെ പോണത് 6:30ക്കാണ് പോണത്. അതേ പറഞ്ഞ ഞാൻ ഒരു മീറ്റിംഗ് വിളിച്ചപ്പോ എന്നോട് പറഞ്ഞെന്താ വെച്ചാൽ അടാ ഇങ്ങനെ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ അയാളുടെ വൈഫിന്റെ അനിയത്തിന്റെ കല്യാണത്തിന് അയാൾക്ക് പോകാൻ പറ്റിയില്ല. കാരണം എന്താ, കട തുടങ്ങിയപ്പോ മനസ്സിലായി ആകെ ആള് ലോക്കപ്പോ. ഇപ്പൊ എന്നോട് പറയാണ് എന്റെ കൂടെ വന്നാൽ മതിയായിരുന്നു. അപ്പൊ ചിന്തിച്ചു നോക്കി അത് ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ ആരും നമ്മളെ ഭരിക്കാനോ നമ്മളെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ ഒരു അപ്ലൈൻ ഒരു പരിധിയില്ല നിങ്ങളെ നയിക്കാനും. നിങ്ങളെ അപ്ലൈൻ ഒരു പരിധി ഉണ്ടല്ലോ നിങ്ങളോട് കാര്യങ്ങൾ കൺവിൻസ് ചെയ്യാനും, നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും, മീറ്റിംഗ് കൊണ്ടുപോകാനും. കെട്ടിവെച്ച് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. മീറ്റിങ്ങിന് കെട്ടിവെച്ച് കൊണ്ടുപോകാൻ പറ്റില്ല, ട്രെയിനിങ്ങിന് കെട്ടിവെച്ച് കൊണ്ടുപോകാൻ പറ്റില്ല, NDOക്ക് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങളും കൂടി വിചാരിക്കണ്ടേ? നമ്മളിപ്പോ ഉരുട്ടി വായിൽ വെച്ച് ഇറക്കണമെങ്കിൽ നിങ്ങൾ വിചാരിക്കണ്ടേ? ഞാൻ നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളല്ല, ഈ ബിസിനസ് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ. അതായത് നമുക്ക് എന്താ ഒരു നല്ല രീതിയിൽ ഉരുട്ടി സെറ്റ് ആക്കിയിട്ട് വായിൽ വെച്ചു കൊടുക്കാം. പക്ഷെ ഇത് ഇറക്കാന് ആര് തീരുമാനിക്കണം? നമ്മൾ ഓരോന്നും തീരുമാനിക്കണ്ടേ? ഇത്രയും നല്ല ഇൻഡസ്ട്രി, ഇത് കോടികൾ ഉണ്ടാക്കാൻ പറ്റും, ജീവിതത്തിനകത്ത് എല്ലാ സക്സസ് ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് കിട്ടും. പണം, പദവി, അംഗീകാരങ്ങൾ, അതുപോലെ തന്നെ ഹെൽത്ത്, ഹാപ്പിനെസ്, അതുപോലെ തന്നെ റിലേഷൻഷിപ്പ്, എന്തെല്ലാം ഇതിൽ കിട്ടും. ഈ ലോകത്ത് കിട്ടാൻ ഒക്കെ കിട്ടാത്ത ഒരു ഇൻഡസ്ട്രിയിൽ വന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അപ്ലയൻസ് സിസ്റ്റം റെഡിയാണ്, ഒക്കെ റെഡിയാണ്. ഇനി അടുത്തത് എന്താ വെച്ചാൽ നമ്മൾ തീരുമാനിക്കണ്ടേ നമുക്ക് സക്സസ് ആവണമെന്ന്. ഇപ്പോഴല്ലേ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. ആയതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കൺവീനിയന്റ് ആവരുത്. നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് ബിസിനസ് ചെയ്യാന്ന് മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമ്മിറ്റ്മെന്റുള്ള വ്യക്തിയാവുക. നിങ്ങളെ ഈ ബിസിനസിന് വേണ്ടി എന്ത് ചെയ്യുക, കമ്മിറ്റ്മെന്റുള്ള വ്യക്തിയാക്കുക. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബിസിനസിനകത്ത് വിജയിക്കാൻ പറ്റുള്ളൂ. കമ്മിറ്റ്മെന്റ്സ് ഈസ് ഈക്വൽ ടു അച്ചീവ്മെന്റ്സ്. ഏതെങ്കിലും ഒരു നേട്ടം ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് 100% കമ്മിറ്റ് കൊണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കുക, എന്തെങ്കിലും നേട്ടം ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് 100% കമ്മിറ്റ്മെന്റ് കൊണ്ട് മാത്രമാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ഓൺലി കമ്മിറ്റ്മെന്റ് കൊണ്ട്. ക്ലിയർ? അതായത് നേട്ടം, അതായത് നമ്മളിപ്പോ സക്സസ്, നേട്ടം എന്ന വാക്കിന് അല്ലെങ്കിൽ എന്നതിന് ഒറ്റ ഫോർമുലേ ഉള്ളൂ, അത് കമ്മിറ്റ്മെന്റ് ആണ്. നേട്ടത്തിന്, സക്സസിന് ഒറ്റ ഫോർമുലേ ഉള്ളൂ, അത് കമ്മിറ്റ്മെന്റ് ആണ്. കമ്മിറ്റഡ് ആവണം, കമ്മിറ്റ്മെന്റ് വേണം. ഈ ബിസിനസ് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഒന്നും ഉള്ളൂ എന്നുള്ള ചിന്ത നിങ്ങൾ എന്ത് വേണം, ആ ചിന്തയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രവർത്തിക്കണം. കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ബിസിനസ്സിനകത്ത് വിജയിക്കും. ബി ബോൾഡ്, മേക്ക് എ കമ്മിറ്റ്മെന്റ്, ടേക്ക് ആക്ഷൻ ആൻഡ് കീപ് സംതിങ് എവറി ഡേ ടു മൂവ് യുവർ ഡ്രീം ഫോർവേഡ് ഇൻ ടു റിയാലിറ്റി. അതായത് നിങ്ങളുടെ ഡ്രീമും നിങ്ങളുടെ ഗോളും നിങ്ങളെ എന്ത് ചെയ്യാൻ മുന്നോട്ട് ചെയ്യുമെങ്കിൽ, അതായത് നിങ്ങളുടെ ഡ്രീമും നിങ്ങളുടെ ഗോളൊക്കെ, നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ ലക്ഷ്യങ്ങളൊക്കെ നിങ്ങളെ മുന്നോട്ട് നയിക്കെങ്കിൽ പോലും ആ കാര്യം എന്ത് ചെയ്യാണ്, നിങ്ങളെ കുറച്ച് ഒന്ന് തുടങ്ങാനൊക്കെ ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹെൽപ്പ് ചെയ്യെങ്കിലും ആ കാര്യം ഫിനിഷ് ചെയ്യണമെങ്കിൽ, ആ കാര്യം നിങ്ങൾക്ക് നേടണമെങ്കിൽ അതിനുള്ള ഇന്ധനമാണ് കമ്മിറ്റ്മെന്റ് എന്ന് പറയും. ഈ ബിസിനസ്സിനകത്ത് നിങ്ങൾ BMW കാറും മാസം കണ്ടിന്യൂസ് സീലിങ്ങും ഡയമണ്ടും ലക്ഷങ്ങളും കോടികളും വരുമാനം ഒക്കെ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിലും അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, നേടണമെങ്കിൽ, അത് ഫിനിഷ് ചെയ്യണമെങ്കിൽ, ഒരു ഫിനിഷറാണ്, അത് ഫിനിഷ് ചെയ്യണമെങ്കിൽ, അത് കൈയെത്തണമെങ്കിൽ, അത് കിട്ടണമെങ്കിൽ 100% നിങ്ങൾ എന്ത് വേണം, കമ്മിറ്റ്മെന്റ് ഒരു വ്യക്തിയായിട്ട് മാറണം. കമ്മിറ്റ്മെന്റ് വേണം. ഇത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഒന്നുള്ളൂ. മൈ ലൈഫ് സ്റ്റൈൽ കഴിഞ്ഞിട്ട്, എനിക്ക് ഈ ബിസിനസ് കഴിഞ്ഞിട്ട് വേറെ ഒന്നുള്ളൂ. എന്നെ സംബന്ധിച്ചാൽ അങ്ങനെയാണ്. എനിക്കിത് കഴിഞ്ഞിട്ട് വേറെ ഒന്നും ഉള്ളൂ. ഞാൻ ഈ ബിസിനസ്സിനകത്ത് എല്ലാം മറന്നിട്ട്, ഞാൻ എന്റെ വിവാഹ വാർഷികം, മോളെ എന്ത് ചെയ്യണം, എന്റെ പിറന്നാള്, അതുപോലെ എന്റെ കുടുംബത്തിലെ പല കാര്യം, ഇതൊന്നും ഞാൻ പങ്കെടുത്തിട്ടല്ല. എനിക്കിത് കഴിഞ്ഞിട്ടേ വേറുന്നുള്ളൂ. കാരണം എന്താ, എന്റെ ഈ ബിസിനസ്സിനകത്ത് എനിക്ക് എല്ലാം തരുന്നത് എന്റെ ലൈഫിനകത്ത് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് 19 ലക്ഷം കടം വീട്ടിയതും, ഇന്ന് ലക്ഷറി കാറ് വാങ്ങാനും, അതുപോലെ നാളെ എന്റെ BMW ഇറക്കാനും, നാളെ കോടികൾ വരുമാനം കിട്ടാനും ഒക്കെ എനിക്ക് ഈ ബിസിനസ് ആണുള്ളത്. ഇത് കിട്ടും എന്റെ ഫാമിലിക്ക് അല്ലാതെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക. അത് നമ്മൾ എന്ത് ചെയ്യണം, കമ്മിറ്റ്മെന്റ് കാണിച്ചാലേ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് വേണം, നിങ്ങളെ കമ്മിറ്റ്മെന്റ് കാണിക്കണം. കമ്മിറ്റ്മെന്റ് എല്ലാ പ്രശ്നങ്ങളും കഷ്ടപ്പാടിന്റെയും എന്ത് ചെയ്യണം, അവസാനം എന്ത് ചെയ്യാണ്,
നിങ്ങൾക്ക് ഇതിനെ വിജയിക്കാൻ പറ്റും. കമ്മിറ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും ഒരു പ്രോബ്ലം ആയിട്ട് തോന്നുന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? സക്സസ് ബെറി SBG നിങ്ങൾ മുറുകെ പിടിക്കുക, SBG മുറുകെ പിടിക്കുക. അതായത് നമ്മൾ എന്ത് വേണം? നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ കമ്മിറ്റ്മെന്റ് ഉണ്ടായ വ്യക്തിയായി മാറിക്കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിലൊക്കെ വിശ്വസിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ നിങ്ങൾ കമ്മിറ്റ്മെന്റ് വേണം. കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരാൾക്ക് ഈ ബിസിനസ്സിനകത്ത് ഞാൻ 100% പറയാം നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു കമ്മിറ്റ്മെന്റ് ഉള്ള വ്യക്തിയായി മാറുക. ഈ ബിസിനസ്സിനകത്ത് വലിയ സക്സസ് നിങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ ഞാൻ വീണ്ടും പറയാണ്, കമ്മിറ്റ്മെന്റ് മസ്റ്റ് ആണ്. കമ്മിറ്റ്മെന്റ് മസ്റ്റ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? വലിയ രീതിയിൽ സക്സസ് ഉള്ള വ്യക്തിയായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവും. കാരണം നമ്മൾ വന്നിട്ടുള്ളത് ഇന്ന് നാളെ ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗിൽ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു വലിയ ഓർഗനൈസേഷനിലാണ്. എനിവേ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു 5 മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ എല്ലാവരും വളരെ സീരിയസ് ആയിട്ട് കമ്മിറ്റ്മെന്റിനോട് കൂടി പ്രവർത്തിക്കുക. എനിക്ക് വീണ്ടും പറയാനുള്ളത്, നിങ്ങൾ ഇന്ന് ബുക്കും പേപ്പർ എടുക്കുക. എന്നിട്ട് കമ്മിറ്റ്മെന്റിനെ കുറിച്ച് നിങ്ങൾ എഴുതാൻ തയ്യാറാവുക. എന്നിട്ട് നിങ്ങൾ ഈ എഴുതി കഴിയുമ്പോൾ അതൊക്കെ ഞാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നുണ്ട് നിങ്ങൾ നോക്കുക, അല്ലെങ്കിൽ അത് ഉറപ്പുവരുത്തുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബിസിനസ്സിനകത്ത് വിജയിക്കാൻ സാധിക്കും. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ലോകത്തെ ഏറ്റവും എളുപ്പമുള്ള ജോലി മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ലോകത്തെ ഏറ്റവും എളുപ്പമുള്ള ജോലി. പക്ഷെ ലോകത്തെ ഏറ്റവും റിസ്ക് ഉള്ള ജോലി എന്ന് വെച്ചാൽ നമ്മുടെക്കുള്ള പ്രോബ്ലംസ്, നമ്മുടെ കുറവുകൾ, നമ്മുടെ കുറ്റങ്ങൾ എന്താണെന്ന് കണ്ടെത്തുകയും അതിനെ പരിഹരിക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനത്തെ ഒരു രീതി തുടർന്നു കഴിഞ്ഞാൽ, മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ഒരു കോട്ടിങ്സ് ഉണ്ട്. അതായത് നമ്മളുടെ കുറ്റങ്ങളെ എന്ന് തിരിച്ചറിയാൻ തുടങ്ങുന്നോ, നമ്മളുടെ ഇല്ലായ്മകളെ എന്ന് തിരിച്ചറിയാൻ തുടങ്ങുന്നോ, നമുക്ക് വേണ്ട മാറ്റങ്ങളെ എന്ന് നമ്മൾ തിരിച്ചറിയാൻ തുടങ്ങുന്നോ, അന്ന് തൊട്ട് നമ്മൾ വിജയം തുടങ്ങുന്ന പറയാ. അപ്പൊ ആയതുകൊണ്ട് ആരും പൂർണ്ണമായിട്ടും എല്ലാം ഉള്ള ഒരു വ്യക്തി ലോകത്തില്ല. പക്ഷെ നമുക്ക് ഓരോ ദിവസം നമ്മളെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നാളത്തെ വലിയ കോടീശ്വരന്മാരാവും. 100% ഉറപ്പാണ്. കോടീശ്വരന്മാരായുള്ള വ്യക്തികൾക്കൊക്കെ ഇത്തരം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അവർ കമ്മിറ്റഡ് ആയിരിക്കും. കമ്മിറ്റ്മെന്റ് ചെയ്യുന്ന തൊഴിലിനോട്, ചെയ്യുന്ന മേഖലയോട് കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നോക്കുക, പഠിക്കുക. നിങ്ങളൊക്കെ ശക്തമായിട്ട് എന്ത് ചെയ്യുക? വർക്ക് ചെയ്യുക. നാളത്തെ ഈ സൊസൈറ്റിയെ ഡ്രൈവ് ചെയ്യുന്ന, ഈ സൊസൈറ്റിക്ക് റോൾ മോഡൽ ആവുന്ന, നാളെ ഒരു 2 വർഷം കഴിഞ്ഞാൽ, 3 വർഷം, നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അടുത്തൊരു 3 വർഷം കഴിഞ്ഞാൽ ഈ മലപ്പുറം ജില്ലയിൽ മാത്രം, ഞാൻ പറയാം, മലപ്പുറം ജില്ലയിൽ മാത്രം മിനിമം ഒരു 20-25 ലക്ഷം രൂപ വരുമാനം വാങ്ങുന്ന 100 കണക്കിന് ആളുകൾ ഈ ബിസിനസ്സിനകത്ത് ഉണ്ടാവും. ഇപ്പൊ തന്നെ ലക്ഷങ്ങൾ വരുമാനം വാങ്ങുന്ന ആൾക്കാർ നിരവധി പേരായില്ലേ? ലക്ഷറി ആളുകൾ നിരവധി പേരായില്ലേ? ചിന്തിച്ചു നോക്കും നിങ്ങൾ. എന്റെ ഒരു ഫ്രണ്ട് പറയാണ്, 30,000 രൂപ വാടക കിട്ടണമെങ്കിൽ 1 കോടി രൂപയുടെ ബിൽഡിംഗ് വേണമെന്നാ പറഞ്ഞത്. അപ്പൊ 1 ലക്ഷം രൂപ വാടക കിട്ടണമെങ്കിൽ 5 കോടി രൂപയുടെ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ 1 ലക്ഷം രൂപ വാടക കിട്ടുള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഇവിടെ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം വന്ന എത്ര ആൾക്കാർ, 100 കണക്കാർ നമ്മുടെ സിസ്റ്റത്തിനകത്ത് മലപ്പുറം ജില്ലയിലില്ലേ? അടുത്ത ഒരു 2-3 വർഷം കഴിഞ്ഞാൽ ഒരു 25 മുതൽ 50 ലക്ഷം രൂപ വരുമാനം വാങ്ങുന്ന ഒരു ധാരാളം ആൾക്കാർ, 100 കണക്ക് ആൾക്കാർ ഈ ബിസിനസ്സിലൂടെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ മാത്രം ഉണ്ടാകാൻ പോവാ, കേരളത്തിൽ മാത്രം ഉണ്ടാകാൻ പോവാ. അതിനകത്ത് ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരെ ഈ ബിസിനസ് ഉണ്ടാകാൻ പോകുന്നത് സക്സസ് ബെറി ഗ്ലോബലിനാണ്, നമ്മുടെ സിസ്റ്റത്തിനകത്താണ്. അപ്പൊ നമുക്ക് ഒരുപാട് അഭിമാനിക്കാം, നമ്മുടെ സിസ്റ്റത്തെ നമുക്ക് അഭിമാനിക്കാം. അഭിമാനവും ആവേശവും നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സിസ്റ്റത്തെ കുറിച്ച് പറയുമ്പോൾ വേണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ശക്തമായിട്ട് വർക്ക് ചെയ്യുക. ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തായാലും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക, എന്നതിനേക്കാൾ ഉപരി പഠിച്ച കാര്യങ്ങൾ ഒരുപാട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ വിജയിക്കാനുള്ള ഏക മാർഗം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ സക്സസ് ഉണ്ടാവട്ടെ. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ഹൈ ഫ്ലയേഴ്സ് മീറ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ നാളെ രാവിലെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് അനദർ ഒരു ഗ്രേറ്റ് ലീഡർ നമ്മളെ മുന്നിൽ വരും. നിങ്ങൾ എല്ലാവരും നാളത്തെ ക്ലാസ്സിനകത്ത് നിങ്ങൾ പങ്കെടുക്കുക. എനിവേ, നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിജയം ഉണ്ടാവട്ടെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.